വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ഇവിടെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള സാഹിത്യ സ്നേഹികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ വേറൊരു പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകത്തിൻ്റെ പേര് അജ്ഞാതം എന്ന നോവലാണ്. അത് എഴുതിയിരിക്കുന്നത് ശ്രീ രവി ശ്രീധറാണ്. അദ്ദേഹത്തിൻ്റെ അജ്ഞാതം എന്ന നോവലാണ് ഇന്നോട് പ്രകാശന കർമ്മം നടത്തപ്പെടുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യായ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ്. പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ സാറാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹം വേറൊരു മീറ്റിങ്ങിൽ പോയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വന്നു ചേർന്നോളും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MR തമ്പാൻ സാറാണ്. നമുക്ക് ഏവർക്കും അറിയാം, വൈജ്ഞാനിക സാഹിത്യത്തിലെ മഹാപ്രതിഭയാണ്. അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെയാണ് സദ്ഭാവന ട്രസ്റ്റിലെ എല്ലാ പുസ്തകങ്ങളും ഈ രൂപത്തിൽ വളരെ ഭംഗിയായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാമായി അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീ പിരപ്പൻകോട് സുഭാഷാണ്. അദ്ദേഹവും ഇവിടെ എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അതുപോലെ സമ്മോഹനം എന്ന സാമൂഹ്യ സംഘടനയുടെ ജനറൽ കൺവീനറാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ പുസ്തക പരിചയം നടത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പുസ്തക പ്രകാശനത്തിനും പുസ്തക സ്വീകാര്യത്തിനും കിട്ടിയിരിക്കുന്നത് വളരെ വിശിഷ്ടമായ രണ്ട് വ്യക്തികളാണ്. പുസ്തക പ്രകാശനം നടത്തുന്നത് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ സ്ഥാപകൻ, അതുപോലെ തന്നെ അമരക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി സാർ. നമ്മുടെ മുമ്പിൽ ഇത്രയധികം സാംസ്കാരിക കലാ വിരുന്ന് നമ്മുടെ കേരളീയരുടെ മുമ്പിലും അതുപോലെ അന്യനാടുകളിലും 36 രാജ്യങ്ങളിലും അതുപോലെ ധാരാളം 36 ഇൻ്റർനാഷണൽ മേഖലകളിലും അതുപോലെ ധാരാളം അല്ലാതെ തന്നെ ചാപ്റ്ററിൽ കൂടിയും നമ്മുടെ മുമ്പിൽ ധാരാളം വിവിധ തരങ്ങളായ കലാവിരുന്നാണ് അദ്ദേഹം എല്ലാ വർഷവും നമുക്ക് ഒരുക്കിത്തരും. 111 ദിവസം നീണ്ടു നിൽക്കുന്ന സൂര്യയുടെ കലാപരിപാടികൾ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വളരെയധികം വിശിഷ്ടമായ പരിപാടികളാണ്. അത് വരാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്ത് ഇരിക്കുന്ന ഒരു സംരംഭമാണ്. അതിൻ്റെ അമരക്കാരനാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമുക്കറിയാം, ആദ്യത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാവരും അതും കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾക്കാണെങ്കിൽ കണക്കില്ല. സംവിധാനത്തിനും രംഗാവിഷ്കാരത്തിനുമായി രാഷ്ട്രപതിയുടെ അവാർഡ്, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ്, കേന്ദ്ര സംഗീത അക്കാദമിയുടെ ഫെലോഷിപ്പ്, 200-ൽ പരം അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളുടെ ധാരാളം അവാർഡുകൾ, ഉയർന്ന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് കൃഷ്ണമൂർത്തി സാർ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കലാ സാംസ്കാരിക മേഖലയിൽ എങ്ങനെ വന്നുപെട്ടു എന്നുള്ള അദ്ദേഹം പറയുമായിരിക്കും. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. APJ അബ്ദുൽ കലാം സാറിൻ്റെ കീഴിൽ സീനിയർ സയൻറ്റിസ്റ്റായി ISROയിൽ ജോലി ചെയ്തൊരു 23 വർഷത്തോളം ജോലി ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ സാംസ്കാരിക മേഖലയിലേക്ക് ഇറങ്ങിയതും കേരളത്തെ ഇത്രയധികം ഈ മേഖലയിൽ സമ്പന്നമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതും. വിവിധ രാജ്യങ്ങളെ പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്ന്. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ നമുക്ക് ഇവിടെ പുസ്തക പ്രകാശനത്തിനായി ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനവും സന്തോഷവും സദ്ഭാവന ട്രസ്റ്റുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തത് നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ഡോക്ടർ ഹരീന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹം ആണ് പുസ്തകം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, ആയുർവേദ മേഖലയിലെ ഡോക്ടറാണ്, ഒരു സംരംഭകനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ പങ്കജകസ്തൂരി എന്ന പേരില്ലാതെ അദ്ദേഹത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. പങ്കജകസ്തൂരിയുടെ സ്ഥാപകനാണ്, അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ആയുർവേദം അലോപ്പതി കീഴടക്കിയിരുന്ന ആരോഗ്യ സേവന മേഖലയിൽ ആയുർവേദം ജനകീയമാക്കുന്നതിൽ അങ്ങേയറ്റം പ്രയത്നിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ഹരീന്ദ്രൻ നായർ സാർ. അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ 2012-ൽ ഈ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്ത് പത്മശ്രീ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. പൂവച്ചൽ എന്ന ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം ഈ ആയുർവേദത്തിനെ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പം മലയാളി മാത്രമല്ല, ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആയുർവേദ മരുന്നുകളുടെ ഉപയോഗം ചെയ്തു വരികയാണ്. ധാരാളം ടെസ്റ്റിമോണിയൽസ് നമുക്ക് TV-യിൽ കൂടെയും അല്ലാതെ പത്രത്തിൽ കൂടെയും കാണാം.
ഇതൊന്നും തന്നെ ഒരു വെറും ടെസ്റ്റിമോണിയൽ അല്ല ഞങ്ങളിത് ഉപയോഗിച്ചിട്ട് ചികിത്സിച്ച് ഭേദമാകുന്നു എന്ന് പറയുന്നത്. എൻ്റെ തന്നെ അനുഭവത്തിൽ എത്രയോ പേരെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പങ്കജ കസ്തൂരിയിൽ നിന്നുള്ള പ്രോഡക്ട്സുകൾ കാരണം വേദനയും അതുപോലെ തന്നെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ അലോപ്പതി ഉപേക്ഷിച്ച ധാരാളം വ്യക്തികൾ ഈ ചികിത്സാ രീതിയിൽ കൂടെ വളരെയധികം സുഖം പ്രാപിച്ച കാര്യം നമുക്ക് വ്യക്തിപരമായി പോലും നമുക്ക് ഏവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവങ്ങൾ പറയാനുണ്ടാവുമെന്നുള്ളത് അറിയാം. അദ്ദേഹത്തിന് പങ്കജ കസ്തൂരി നമുക്കറിയാം, അത് വളരെ പ്രത്യേകമായൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പങ്കജം, മകൾ കസ്തൂരി, ഈ രണ്ട് പേരും കൂടെ ചേർന്നാണ് പങ്കജ കസ്തൂരി എന്ന, അതിൽ തന്നെ ഒരു ദിവ്യത്വമാണ്. അമ്മയുടെ പേര് ചേർത്ത് മകളുടെ പേര് ചേർത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ കൂടെ അദ്ദേഹം അതിൻ്റെ ഒരു ബ്രാൻഡ് വേണമെന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ പങ്കജ കസ്തൂരി എന്നൊരു ബ്രാൻഡ് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ആയുർവേദത്തിൻ്റെ ധാരാളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ധാരാളം ലേഖനങ്ങളും അദ്ദേഹം എഴുതുന്നു. ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ആയുർവേദം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, അലോപ്പതി അല്ലാതെ ഒരു ചികിത്സാ രീതി, ഒരു ഓൾട്ടർനേറ്റീവ് ചികിത്സാ രീതി എന്ന നിലയിലേക്ക് ആയുർവേദം എങ്ങനെ ജനകീയമാക്കാം എന്നുള്ളതിലേക്കുള്ള ധാരാളം ലേഖനങ്ങൾ അതുപോലെ പ്രഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഗുണമേന്മയും വിശ്വാസവും ഉറപ്പു തരുന്ന പ്രോഡക്ട്സാണ് പങ്കജ കസ്തൂരിയിൽ നിന്ന് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മളും ജനങ്ങളും അത് വിശ്വസിക്കാൻ ഇടയാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം സംരംഭകൻ എന്ന നിലയിൽ ഈ ഒരു സ്ഥാപനം തുടങ്ങിയതിൽ നിന്ന് ഒരു സംരംഭകൻ 2000-ൽ പരം വ്യക്തികൾക്കാണ് അദ്ദേഹത്തിൻ്റെ സംരംഭത്തിലൂടെ ജോലി കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഈ നാട്ടിൻ്റെ ഒരു വളരെ ഉയർച്ചയ്ക്കുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആയുർവേദ മെഡിക്കൽ കോളേജ് അതുപോലെ കാട്ടാക്കടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉച്ചഭക്ഷണം സാമൂഹ്യ പ്രവർത്തന മേഖല പറയുകയാണ്, അവിടെ ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ ധാരാളം സ്ത്രീകളുടെ വിവാഹത്തിന് വേണ്ടി ധനസഹായം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ധാരാളം സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും വളരെയധികം വ്യക്തിത്വം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തി, അതായത് അങ്ങേയറ്റം നമുക്ക് ആർക്കും ചിന്തിക്കുന്നതിനപ്പുറമായ പ്രവർത്തനങ്ങൾ നൽകി വരുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ പുസ്തകം സ്വീകരിക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റ് അതൊരു അംഗീകാരമായും നമുക്ക് കിട്ടിയ ഒരു വളരെ ഒരു പ്രവർത്തനം, അങ്ങേയറ്റം അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മൾ കണക്കാക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ബിയോണ്ടിലെ ശ്രീകുമാറിന് ഇന്നിവിടെ ആദരവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പുസ്തകങ്ങളുടെ എല്ലാം, ഈ പുസ്തകം മാത്രമല്ല നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെ രൂപകൽപ്പനയും കവർ പേജും ലേഔട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ആദരം നൽകുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിൽ ആശംസ നേരുന്നത് ശ്രീ BV ശശികുമാറാണ്. അദ്ദേഹം മലയാള വിഭാഗം കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാള വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് അവതാരികയും എഴുതിയിട്ടുള്ളത്. വളരെ ദീർഘമായ വളരെയധികം പഠിച്ചെഴുതിയുള്ള ഒരു അവതാരികയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവതാരിക എനിക്ക് ബോധ്യപ്പെട്ടത്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പുസ്തക എഴുതിയ വ്യക്തി ശ്രീ രവി ശ്രീധർ, അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ നോവൽ എന്ന മേഖലയിൽ ആദ്യമായി കൈവച്ചിട്ടുള്ള പുസ്തകമാണ്. 460ഓളം പേജുകൾ നീണ്ടു നിൽക്കുന്ന ഒരു നോവലാണ്. ധാരാളം കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അതിൽ ആത്മീയ കഥാപാത്രങ്ങളും ധർമ്മ മേഖലയിലുള്ള കഥാപാത്രങ്ങൾ, രാഷ്ട്രീയ മേഖലയിലുള്ള കഥാപാത്രങ്ങൾ എന്നിവരെല്ലാം തന്നെ അവരുടെയെല്ലാം ഒരു സമ്മിശ്രമായ ഒരു നോവലാണിത്. ഇത്രയും നീണ്ട ഒരു നോവലായിട്ട് പോലും ഒട്ടും തന്നെ നമുക്ക് മുഷിവ് തോന്നാതെ അതിൽ പറഞ്ഞിരിക്കുന്ന ധാരാളം സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നോക്കുക അങ്ങേയറ്റം മികച്ച ഒരു നോവലായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാം. ഈ നോവൽ സദ്ഭാവന ട്രസ്റ്റിൽ പബ്ലിഷ് ചെയ്യാൻ തന്നതിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പുസ്തക പ്രകാശനത്തിനോടൊപ്പം തന്നെ വേറൊരു ചടങ്ങ് ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതായത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകങ്ങൾ എല്ലാം അടങ്ങിയ ഒരു ഓണത്തിലേക്ക് ഒരു പ്രത്യേക അറിവിൻ്റെ പൊന്നോണം എന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ആദ്യത്തെ വിൽപ്പനയും പ്രകാശന കർമ്മവും കൂടി ഇന്നിവിടെ നടക്കുകയാണ്. അത് ഈ പൊന്നോണ നാളിൽ മലയാളികൾക്ക് ആർജിക്കേണ്ട അറിവും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഒരു സമ്മാനമാണ്. 40,000 രൂപ മുഖവിലയുള്ള പുസ്തകങ്ങൾ 25,000 രൂപയ്ക്കാണ് ഒരു കിറ്റായിട്ട് നമ്മൾ ഓണക്കാലത്ത് എല്ലാവർക്കും നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സൂര്യകൃഷ്ണമൂർത്തി സാറും അതുപോലെ തന്നെ ഹരീന്ദ്രൻ നായർ സാർ ഇവിടെ ഉള്ളപ്പോൾ കൃഷ്ണമൂർത്തി സാർ ഈ പുസ്തകം ഹരീന്ദ്രൻ നായർ സാറിന് കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കിറ്റിൻ്റെ വിൽപ്പന നടത്തണമെന്ന് അതും കൂടി അപേക്ഷിക്കുകയാണ്. രണ്ടുപേരെ അത് നടത്തുന്നതിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി സദ്ഭാവന ട്രസ്റ്റിനെ നന്ദി പറയുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ
പബ്ലിക്കേഷൻ ഓഫീസർ സിന്ധു സുരേഷാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലിവിടെ എത്തിയിട്ടുള്ള സാഹിത്യ സ്നേഹികളായ എല്ലാവരെയും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ എം ആർ തമ്പാൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികളായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ ഹരീന്ദ്രൻ നായർ, ഡോക്ടർ ശശികുമാർ, ശ്രീ പിരപ്പങ്കോട് സുഭാഷ്, നമ്മൾ ആദരിക്കുന്ന ബിയോണ്ട് ശ്രീകുമാർ, ഈ ചടങ്ങിൻ്റെ താരം രവി, ശ്രീധർ, ശ്രീമതി ജയ, ശ്രീമതി സിന്ധു, വിതുര ശശി ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ, നമ്മുടെ നോവലിൻ്റെ രവി ശ്രീധർ രചിച്ച അജ്ഞാതം എന്ന നോവലിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മലയാള സാഹിത്യ ശാഖയിലെ നോവൽ സാഹിത്യം വളരെ സമ്പന്നമാണ്. നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി നമ്മൾ പരിഗണിക്കുന്നത് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ മലയാള നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയും അതുപോലെ തന്നെ ഡീക്കൻ കോശിയുടെ പുല്ലേലി ചന്തവും പുല്ലേലി കുഞ്ചനും അതുപോലെ കാതകപദം, കോളിൻസ് ദമ്പതികളുടെ കോൾസ്, അങ്ങനെ ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ലക്ഷണമൊത്ത നോവലായിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന ഒ ചന്തുമേനോൻ്റെയാണ്. അതുപോലെ ലക്ഷണമൊത്ത കാവ്യമായി നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമേന്ദ്ര വിലാസമാണ്. ഖണ്ഡകാവ്യങ്ങളിൽ മലയവിലാസവും AR-ൻ്റെ മലയവിലാസവും ഒക്കെ ഉണ്ടെങ്കിലും ആശാൻ്റെ വീണപൂവാണ് കരുതിയിട്ടുള്ളത്. ആ ഘട്ടം കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ CV രാമൻപിള്ളയുടെ ആഖ്യായികകൾ, അതൊരു വരേണ്യവർഗത്തിൻ്റെ കഥകളും കൊട്ടാരങ്ങളുടെ കഥകളുമൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വന്നത്, അതായത് ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് നമ്മുടെ മലയാള കഥയെയും ചെറുകഥയും നോവലിനെയും എല്ലാം മോചിപ്പിച്ചത് റിയലിസത്തിലേക്ക് മാറിയ തകഴിയും ബഷീറും മറ്റുമാണ്, ദേവുമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. തോട്ടികളെ കഥാപാത്രമാക്കിക്കൊണ്ട്, റഷ്യക്കാരനെ കഥാപാത്രമാക്കിക്കൊണ്ട്, കർഷകനെ കഥാപാത്രമാക്കിക്കൊണ്ട് ഉള്ള ഒരു മാറ്റം, റിയലിസത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മുടെ നോവലുകളിൽ സംഭവിച്ചു. അടുത്ത ഘട്ടമായി നമുക്ക് സൂചിപ്പിക്കാവുന്നത് ആധുനികതയുടെ കാലഘട്ടമാണ്. മുകുന്ദൻ്റെയും OV വിജയൻ്റെയും കാക്കനാടൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അവരുടെ തത്വശാസ്ത്രം ഇതായിരുന്നു: ഈ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ക്ഷണികമായ ഈ ജീവിതം, മരണം നാളെ ഏത് നിമിഷവും നടക്കാം. ജീവിതത്തിലെ ശാശ്വത സത്യം മരണമാണ്. അപ്പം ജനന മരണത്തിനിടയ്ക്കുള്ള ക്ഷണികമായ ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. സുഖം എന്ന് പറയുന്നത് മദ്യത്തിലും മദിരാശിയിലും മയക്കുമരുന്നിലുമാണ്. അങ്ങനൊരു പുതിയ തത്വശാസ്ത്രത്തിൽ ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന കുറേ കൃതികളും ഉണ്ടായിട്ടുണ്ട്. വസൂരിയിൽ, കാക്കനാടിൻ്റെ വസൂരിയിൽ അമ്മാവിയമ്മ മരുമകനോട് സംസാരിക്കുന്ന ഒരു ഡയലോഗ് ഞാൻ ഇന്നും പണ്ടെന്നോ വായിച്ചത് ഇന്നും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അമ്മാവിയമ്മ മരുമകനോട് ചോദിക്കുകയാണ്, വസൂരി പടർന്നു കയറിഞ്ഞു, ഏത് നിമിഷവും ഞാനും നീയും മരിക്കാം, നമ്മൾ അല്പനേരം സുഖിച്ചെന്ന് കരുതി കർത്താവ് കോപിക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു ചിന്താഗതി അത് തെറ്റാണെന്ന് അതിൻ്റെ വക്താക്കൾ തന്നെ, പശ്ചാത്താക്കൾ തന്നെ പറഞ്ഞത് മാറിയെങ്കിലും അടുത്തത് ഉത്തരാധുനികതയിലേക്ക് വന്നു. അത് ദുർഗ്രഹതയാണ് അതിൻ്റെ മുഖമുദ്ര എന്ന് ആക്ഷേപമുണ്ട്. നമ്മുടെ നോവൽ കാവ്യ രംഗത്ത് ഒരു നവ്യ അനുഭൂതി നൽകി എന്നും വാദഗതിയുണ്ട്. ഞാൻ അതിൻ്റെ ദീർഘത്തിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഈ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ ലക്ഷ്യം, ഈ പറഞ്ഞ നോവലിലെ വിവിധ പ്രസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ നോവൽ സാഹിത്യം വളർന്നത്. ആ ഒരു പ്രസ്ഥാനത്തിലും പെടുന്ന കൃതിയല്ല അജ്ഞാതം. മറിച്ച് രവി ശ്രീധർ എഴുതിയ കൃതി അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ, അദ്ദേഹത്തിൻ്റെ വായനാനുഭവത്തിൽ നിന്ന്, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്, പിന്നെ അതിനോടൊപ്പം ഭാവനയും കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ത്യജിച്ചിട്ടുള്ള ഈ കൃതി ഒരു പ്രസ്ഥാനത്തിലും പെടാതെ നേരെ ചൊവ്വേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞിരിക്കുന്ന കൃതി എന്നുള്ളത് ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷതയായും ഞാൻ കാണുന്ന ഇതാണ്. പിന്നെ ഇതിന് സാധാരണ
സൃഷ്ടിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് സൃഷ്ടാവിനെയും പരിചയപ്പെടുത്താറുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ അറിയാം, എന്നാലും ശരിക്കും പരിചയപ്പെടുന്നത് ഇന്നാണ് രവി ശ്രീധർ. രവി ശ്രീധറിനുള്ള ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. ഈ രാഷ്ട്രീയത്തിലൂടെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നവർക്ക് ഏത് രംഗത്തും ശോഭിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഏറെ അനുഭവ സമ്പത്ത് ആ രീതിയിൽ കിട്ടും. പിന്നെ എഞ്ചിനീയർ എന്ന നിലയിൽ, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, സമ്മോഹനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാമൊക്കെ ഏറെ അനുഭവ സമ്പത്ത് പല രംഗങ്ങളിൽ അദ്ദേഹത്തിനുണ്ട്. പിന്നെ വായനാനുഭവം അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ കൃതി വായിച്ചാൽ തന്നെ അറിയാം, പല കൃതികളും ഉദ്ധരിച്ചു കൊണ്ടുള്ള രചന ശൈലി കാണുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ കഴിയും. ഈ ഗ്രന്ഥകർത്താവിനെ, സൃഷ്ടാവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു ഉദ്ദേശം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലുണ്ടായിരുന്നതാണ്. കാരണം അലൻ ജോൺസൺ എന്ന ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകൻ, അദ്ദേഹം ഗ്രന്ഥകർത്താവും കൂടിയാണ്. അദ്ദേഹം ചൈനയിൽ താമസമാണ്, അമേരിക്കക്കാരനാണ്. പക്ഷേ ചൈനയ്ക്കെതിരായിട്ടാണ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചൈനയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ന്യൂയോർക്ക് ടൈംസിലും വാഷിങ്ടൺ പോസ്റ്റിലും ഒക്കെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ സത്ത ഇതാണ്: ചൈനയിൽ ജനാധിപത്യമില്ല, ചൈനയിൽ ഭരണകൂടത്തിനെതിരായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ കൽത്തുറുങ്കിലടയ്ക്കും, എന്ന് മാത്രമല്ല വിചാരണയില്ലാതെ വധിക്കും. ഈ രീതിയിലുള്ള എഴുത്താണ്. അതിന് അദ്ദേഹത്തിന് പുലിറ്റ്സർ സമ്മാനവും കിട്ടി. അപ്പോൾ അത് വായിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ഇദ്ദേഹം ചൈനയിൽ താമസിച്ച് ചൈനയ്ക്കെതിരായി എഴുതിയതുകൊണ്ട് ഒരു ശിക്ഷയും അയാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ മനോഭാവം, എഴുത്തുകാരൻ്റെ താല്പര്യങ്ങൾ, അതും കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ സൃഷ്ടിയെ വിലയിരുത്താൻ. ഇത് പൊതുപ്രവർത്തകനാണ്, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം ഈ കൃതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ വളരെ പ്രൗഢമായ ഒരു അവതാരിക ഈ കൃതിക്ക് ശശികുമാർ രചിച്ചിട്ടുണ്ട്. ശശികുമാർ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു പ്രസംഗത്തിൻ്റെ ഇതില്ല, എല്ലാം നന്നായിട്ട് അദ്ദേഹം അവതരിപ്പിക്കും. കൂടാതെ പുസ്തക അവതരണത്തിന് പെരുപ്പംകോട് സുഭാഷുണ്ട്, ആശംസ പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുസ്തകത്തിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഈ പുസ്തകത്തിൽ 3 കാര്യങ്ങൾ പ്രമേയങ്ങളാക്കിയിരിക്കും. സാധാരണ ഒരു പ്രമേയം, ഒന്ന് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രണയം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും ഐതിഹ്യങ്ങളോ ചരിത്രമോ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രമേയമാക്കാറുള്ളത്. പക്ഷേ ഇതിൽ ആത്മീയതയെയും ശാസ്ത്രത്തെയും രാഷ്ട്രത്തെയും പ്രമേയമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു സമന്വയം ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ആത്മീയതവാദികളെയും ശാസ്ത്രജ്ഞന്മാരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായിട്ട്, പോരാടുന്നവരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാണയത്തിൻ്റെ തന്നെ 2 വശങ്ങളാണ് ആത്മീയതയും ശാസ്ത്രവും എന്നുള്ളത്. ഇത് നമ്മുടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർ, മൂർത്തി ഇവിടെ ഉണ്ട്, അവർ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് ഗണപതി കോവിലിൽ പോകുന്നതിൻ്റെയോ അത് വെച്ച് പറയുന്നതല്ല. ഇതിലെ ആത്മീയതയ്ക്ക് ഞാൻ നൽകിയിരിക്കുന്ന എൻ്റെ പരിമിതമായ അറിവുകളിൽ വെച്ച് ഞാൻ നൽകിയിരിക്കുന്ന ഒരു നിർവചനം, ഈ പ്രപഞ്ചത്തിന് നിദാനമായ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ആത്മീയത. മറിച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്തുള്ള അന്വേഷണമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത രാഷ്ട്രീയം, രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. നിർവചനങ്ങളും കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിന് 3നെയും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുള്ളതാണ്. പക്ഷേ ഒരു എൻ്റർടൈനർ ആകണമെങ്കിൽ, ഒരു നോവൽ വായിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രണയം കൂടെ വേണം. ഇതിനകത്ത് 2 പ്രണയ കഥകൾ ഇതിൽ കോർത്തിണക്കി ഈ പുസ്തകത്തിന് കൂടുതൽ ആകർഷണീയത നൽകിയിട്ടുണ്ട്. ഒന്നൊരു ടീച്ചറും വിഷ്ണുവും തമ്മിലുള്ള പ്രണയം. എല്ലാ പ്രണയങ്ങളും സഫലമാകണമെന്നില്ല, പക്ഷേ ഈ പ്രണയം സഫലമാകുന്നു. മറ്റൊരു പ്രണയം കൂടി ഇതിൽ പറയുന്നുണ്ട്, ഗൗരിയും റോയിയും തമ്മിലുള്ള പ്രണയം. അത് സഫലമാകാതെ പോയ പ്രണയമാണ്. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഗൗരിയമ്മയും TV തോമസിൻ്റെ ചിത്രമാണ് മനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രണയത്തെക്കുറിച്ചുള്ളത്. പിന്നെ ഒരു കൃതി എന്ന് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തിലെ കാണുന്നത്, സമൂഹത്തിൻ്റെ പുനരാവിഷ്കാരമാണ് സാഹിത്യമെങ്കിൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നന്മകളും തിന്മകളുമെല്ലാം ആ കൃതിയിലുണ്ടായിരിക്കാം. ഈ കൃതിയിലും അതെല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഇത് വളരെ വിവരിച്ചിരിക്കുന്ന ഒരു പോക്സോ കേസാണ്. അതായത് അച്ഛൻ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ ഞെട്ടലുണ്ടെങ്കിലും പത്രം വായിക്കുന്ന ഞെട്ടലുണ്ടാകേണ്ട കാര്യമില്ല, TV കാണും. കാരണം എന്നും നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അതുപോലെ തന്നെ അവയവ മാഫിയയെക്കുറിച്ച് ഉള്ള ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന തിന്മകൾക്കെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനം ഈ കൃതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൃതിയുടെ മറ്റൊരു ആകർഷണീയത എനിക്ക് തോന്നിയത് വളരെ ലളിതമായ ശൈലിയിലുള്ള ആവിഷ്കാരം. ആ ആവിഷ്കാരം കൊണ്ട് തന്നെ ഈ കൃതിയെ പാരായണക്ഷമതയുള്ളതാക്കുന്നു. നമ്മളുടെ ചുരുക്കി പറയുകയാണ്, കൂടുതൽ നീട്ടുന്നില്ല, കാരണം ഇനിയും വേറെ പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ വായിച്ചു പോകാവുന്നത്, അതുകൊണ്ടൊപ്പം നമുക്ക് വായിച്ച് രസിക്കുന്നതിനോടൊപ്പം ഇൻഫോർമേറ്റീവ് നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളിലും മറ്റും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ്. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പുച്ഛമായി കരുതുന്നവരുണ്ട്. പക്ഷേ ഇദ്ദേഹം അതല്ല, ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഭാരതീയമായ സംസ്കാരത്തെക്കുറിച്ചും അത് വൈദ്യത്തെക്കുറിച്ച്, സുശ്രുതനെക്കുറിച്ച്, അത് ആര്യഭടനെക്കുറിച്ച്, സംഗ്രമമാധവനെക്കുറിച്ച്, നമ്മുടെ പൗരാണികമായ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെയും പാരമ്പര്യത്തിലും ഒക്കെ വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതെല്ലാം പ്രകീർത്തിക്കുന്ന, പ്രതിപാദിക്കുന്ന കാര്യങ്ങളും ഈ കൃതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഇത് നിർത്തട്ടെ. ഈ സമൂഹത്തിന്, വർത്തമാനകാലത്തിന് നേരെ തിരിച്ചു വച്ചിരിക്കുന്ന ഒരു ദർപ്പണമാണ്, കണ്ണാടിയാണ് ഈ കൃതി. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം ഇതിൽ കാണുന്നു. നമ്മുടെ സാമൂഹ്യ തിന്മകളും പ്രണയങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നു. ഈ ഗ്രന്ഥകർത്താവിന് ഒരു തനതായ ഒരു ശൈലിയുണ്ട്, നല്ല ഭാവനയുണ്ട്, സ്വപ്നം കാണാനുള്ള കഴിവുണ്ട്, ഭാഷാ പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ല കൃതികൾ രചിച്ച് നമ്മുടെ ശ്രേഷ്ഠ ഭാഷയെ സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അടുത്തതിന് പ്രകാശന ചടങ്ങാണ്. ഡോക്ടർ M.R. തമ്പാൻ, ആദരണീയനായ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ, ഡോക്ടർ B.V. ശശികുമാർ, ശ്രീ ബിയോണ്ട് ശ്രീകുമാർ, ഈ പുസ്തകം രൂപകൽപ്പന ചെയ്ത ബിയോണ്ട് ശ്രീകുമാർ, ശ്രീമതി ജയ ശ്രീകുമാർ, മലയാള സാഹിത്യ നഭോമണ്ഡലത്തിൽ വൈകി ഉദിച്ച രജത താരം ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ രവി ശ്രീധർ. ഞാനത് പറയാൻ കാര്യം, രവി ശ്രീധറിനെ കുറിച്ച് അത് പറയാൻ കാര്യം, നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും, വൈകി ഉദിച്ച താരമാണ്. ആദ്യ നോവൽ, അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലിലൂടെ തന്നെ അദ്ദേഹം മലയാള നോവൽ സാഹിത്യ തറവാട്ടിലെ പൂമുഖത്ത് ഒരു കസേര പിടിച്ചിട്ട് അധികാരത്തോടു കൂടി ഇരിക്കാൻ ലബ്ധപ്രതിഷ്ഠനായിരിക്കുന്നു ഈ നോവലിലൂടെ. അത് നോവൽ വായിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന സമ്മോഹനം ചെയർമാൻ, പ്രിയപ്പെട്ട ബിദിര ശശി ഉൾപ്പെടെയുള്ള സദസ്യരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ശ്രീ രവി ശ്രീധറിൻ്റെ അജ്ഞാതം എന്ന നോവൽ അച്ചടിക്കുന്നതിന് മുമ്പ് എനിക്ക് വായിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. മുഷിപ്പും മടുപ്പുമില്ലാതെ വായിച്ചു തീർത്തതിന് ശേഷവും അതിലെ ഓരോ കഥാപാത്രവും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇപ്പോഴും നുരയിട്ട് നിൽക്കുന്നു. മനോഹരമായ രചനാശൈലിയും കഥാവതരണ രീതിയും വായനക്കാർക്ക് നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. സമൂഹത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും സന്ദർഭോചിതമായി വരച്ചു കാട്ടുന്ന വ്യത്യസ്തമായ രീതിയാണ് കഥാകൃത്ത് ഈ നോവലിൽ അവലംബിച്ചിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ പെരുമ പറയാൻ പഴയ കാലഘട്ടത്തിൻ്റെ മഹിമ വിവരിച്ചുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. പഴയകാല സമരസേനാനികളുടെ ആത്മാർത്ഥതയോട് പുതിയ കാല സമരനായകന്മാരുടെ രീതികൾ താരതമ്യം ചെയ്യുവാനും ഇവിടെ വേദിയൊരുങ്ങുന്നു. കൂടാതെ ഏകാധിപത്യത്തിൽ പറയാൻ പേടിച്ചിരുന്ന ചില സംഭവങ്ങൾ കഥയുടെ ഭാഗമായി വർണ്ണിച്ചിരിക്കുന്നു. സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള കഥാവിവരണത്തിനിടയിൽ ഇന്ന് നിലനിൽക്കുന്ന ചില ദുരാചാരങ്ങളിലെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നുമുണ്ട്. ശാസ്ത്രത്തെ ആത്മീയതയുമായി ബന്ധിപ്പിച്ച് പലതിനും ഉത്തരം കണ്ടെത്തി സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ തികച്ചും വിശ്വസനീയവുമാണ്. രാഷ്ട്രീയ പശ്ചാത്തലവും സംഭവങ്ങളും ഒരുപക്ഷെ നേരിട്ട് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രയേറെ ആ യാഥാർത്ഥ്യത്തോടെ വിവരിക്കാൻ കഴിയുകയുള്ളൂ. വൈദ്യശാസ്ത്രത്തിലെ അതിനൂതന വിഷയങ്ങൾ ചികഞ്ഞു കണ്ടെത്തി
സൈന്യത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന കേണൽ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളും ക്രൂരതയുമെല്ലാം ഭംഗ്യന്തരേണ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിരഹസ്യമെന്ന് കരുതുന്ന പലതും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നത് എടുത്തു പറയാതിരിക്കാനാവാത്ത നേട്ടമാണ്. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥയല്ല അജ്ഞാതം. വ്യത്യസ്ത സംഭവങ്ങളെ കോർത്തിണക്കി ഒട്ടനവധി കഥാപാത്രങ്ങളെ വരച്ചു കാട്ടുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ കർമ്മങ്ങളുണ്ട്. ഒരു പിഴവ് പോലും വരുത്താതെ എല്ലാ കഥാപാത്രങ്ങളെയും തുടക്കം മുതൽ ഒടുക്കം വരെ സമയവും കാലവും നോക്കി വേദിയിലേക്ക് ആനയിക്കുന്നുമുണ്ട്. ഉത്തമശ്ശേരി എന്ന നാലുകെട്ടിൻ്റെ പരിപാലനമാണ് തൻ്റെ കർമ്മമെന്ന് കരുതിയ മൂത്തമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ദൈനംദിന പ്രവൃത്തി വിവരിച്ചാണ് നോവൽ തുടങ്ങുന്നത്. അവസാനമാകുമ്പോൾ 100 വയസ്സ് കഴിഞ്ഞിട്ടും മൂത്തമ്മ തൻ്റെ കർമ്മപഥത്തിൽ നിന്നും തെല്ലും വ്യതിചലിച്ചിട്ടില്ല. അവർ അനുഷ്ഠിക്കുന്ന കർമ്മമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉത്തേജക ഘടകമെന്ന് കഥാകൃത്ത് വിശദീകരിക്കുന്നു. ജനാധിപത്യത്തിലെ പോരായ്മകൾ സഹദേവൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. നിമിത്തങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെന്ന ശാസ്ത്രതത്വങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കുന്നത് പോലെ ആത്മാവെന്നത് വെറും മിഥ്യയാണെന്ന ഒരു ശ്രേഷ്ഠ സന്യാസിയുടെ തിരിച്ചറിവും ഈ നോവലിനെ മഹത്തരമാക്കുന്നു. അന്വേഷണങ്ങളുടെ കർമ്മകാണ്ഡമെന്ന ഡോക്ടർ BV ശശികുമാർ സാറിൻ്റെ അവതാരികയിലെ തലക്കെട്ട് തികച്ചും അനുയോജ്യമായ ഒരു പ്രയോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അജ്ഞാതമെന്ന നോവലിൻ്റെ മഹത്വവും വെളിപ്പെടുന്നു. പഴയ കഥകളിലെ ചില കഥാപാത്രങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇന്നും പരിഹാസത്തിന് പാത്രമായി ജീവിക്കുന്നുണ്ട്. അതുപോലെ അജ്ഞാതത്തിലെ സമുദായ പ്രമാണിയായ കുറുപ്പിന് അത്തരമൊരു സാധ്യത കൽപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പത്രത്തിലെ ചർമ്മക്കോളത്തിൽ തിരഞ്ഞ് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം നോക്കി മറ്റുള്ളവരുടെ എണ്ണവുമായി തുലനം ചെയ്ത് വിലപിക്കുന്ന കുറുപ്പ് അതുമാത്രം മതി അയാൾ ആരാണെന്നറിയാനും ഓർത്തിരിക്കാനും. നിരീശ്വരവാദമായിട്ടല്ലെങ്കിലും ആൾ ദൈവങ്ങളെ പരിഹസിക്കാനുള്ള അവസരങ്ങളും കഥയുടെ ഭാഗമായി ചേർത്ത് പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട്. പുഷ്പനും പാറുവും വർത്തമാനകാലത്തിൻ്റെ പ്രതിബിംബങ്ങളാണ്. അവരുടെ ചെയ്തികളുടെ രക്തസാക്ഷികളായി മാറുന്ന വിനയചന്ദ്രനും പ്രവീണയും അവരുടെ ദുരവസ്ഥ ഒരു തേങ്ങലൂടെ മാത്രമേ ഓർക്കാൻ കഴിയുകയുള്ളൂ. സന്യാസിയുടെ വേഷം കാവ്യാകുന്നതും മസ്തിഷ്ക വ്യായാമത്തിലൂടെ ജ്ഞാനിയാകുന്നതും ജ്ഞാനപ്പൊലിമയിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളും വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്നു. വെറുമൊരു കഥയെഴുത്തല്ല, ആഴത്തിൽ പഠിച്ച് ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി തന്നെ ആയിരിക്കണം അത്തരം കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്. ന്യൂറോ സർജനും ഗവേഷകനുമായ കേണൽ സാബ് എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവ വിവരണം ഇമവെട്ടാതെ ശ്വാസമെടുക്കാതിരുന്ന് വായിച്ചു പോകും. അത്രയ്ക്ക് ആകാംക്ഷ നിറഞ്ഞതാണ്. സ്ത്രീ കഥാപാത്രങ്ങളായി കാണാവുന്ന ജയശ്രീ, മൂത്തമ്മ, ലീല, ഗൗരി, സീത, പാറു തുടങ്ങിയവർ ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്നു. എങ്കിലും ജയശ്രീയുടെ ദുഃഖം വായനക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന വേദന അത് വായിച്ചു തന്നെ അറിയണം. മരണക്കിടക്കയിൽ കിടക്കുന്ന ടീച്ചറിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉയരുന്ന ആഗ്രഹം, ശക്തവും ഉറപ്പുള്ള തീരുമാനങ്ങളുമുള്ള ഒരു സ്ത്രീ മനസ്സിൽ ഉയർത്തുന്ന ഓളങ്ങൾ എത്ര ശക്തിയുള്ളതായിരുന്നുവെന്ന് മനസ്സിലാവുന്നത് അവസാന അധ്യായത്തിലെ ഒരു മറുപടിയിലൂടെയാണ്. ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കാൻ പരിണിതപ്രജ്ഞനായ ഒരു എഴുത്തുകാരന് മാത്രമേ കഴിയുകയുള്ളൂ. യുദ്ധാരംഭത്തിന് മുമ്പുള്ള ഭീകരാന്തരീക്ഷവും റായ് സിംഗ് നഗർ വരെയുള്ള ട്രെയിൻ യാത്രയും വായനക്കാരനെ ഭീതിയുടെ നിഴലിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. മുൻകൂട്ടി പ്രവചിക്കാനാകാത്ത വിധമുള്ള കഥയിലെ വഴിത്തിരിവുകൾ അവസാനം വരെ ആകാംക്ഷ നിലനിർത്തുന്ന തരത്തിൽ ഉള്ളതാണ്. അപ്രത്യക്ഷരായെന്ന് കരുതുന്ന ചില കഥാപാത്രങ്ങൾ അത്ഭുതകരമായ പ്രത്യക്ഷപ്പെടലുകൾ നടത്തുമ്പോൾ നമ്മൾ വിസ്മയത്തിലാണ്ടുപോകും. ആനന്ദലഹരിക്കായി ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിച്ച ഒരു തെക്കേ ഇന്ത്യക്കാരൻ ആകെ 2 അധ്യായങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ലഹരിയിൽ അയാൾ ചൊല്ലുന്ന കവിതയിലൂടെ മനുഷ്യജന്മത്തിൻ്റെ അപ്രസക്തി വെളിവാകുന്നു. ആരോ ഉരച്ചു ജലിപ്പിച്ചൊരു കൊള്ളിയായി സൂക്ഷ്മ കീടമായി പേറിയ പേടകം പിളർത്തി അജലപ്പുരുടുകൾക്കിപ്പുറ കെട്ടുമായി എന്ന് തുടങ്ങി ശേഷിച്ച കാന്തം ഉരപ്പിച്ച് നീറിപ്പുകഞ്ഞ് ചാരമായി അദൃശ്യമാകുന്നതാണ് ഈ മനുഷ്യജന്മം എന്ന തത്വം ഒരു കഥാപാത്രത്തിൻ്റെ അന്വേഷണങ്ങളുടെ ഉത്തരമായി മാറുന്നു. ചരിത്രവും ഈ നോവലിൻ്റെ ഭാഗമാണ്. അഘോരം മുഖലക്ഷണമാക്കിയ സന്യാസിമാരും പ്രത്യാശയുടെ ആദർശ ജീവിതം നയിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും മതത്തിൻ്റെ പേരിലുള്ള ചതിയും മാത്രമല്ല, കൊടും ക്രൂരതകളിൽ അഭിനയിക്കുന്നവരും ആനന്ദിക്കുന്നവരുമെല്ലാം ഇതിൽ കഥാപാത്രങ്ങളായി വേഷമിടുന്നു. ഹരീന്ദ്രനും അർജുനനും ഇന്ദ്രജിത്തും വിഷ്ണുവും ബുഷറയും ജയശ്രീയും സഖാവ് സലാമും മനസ്സിൽ നിന്ന് മാഞ്ഞുപോവില്ല. ഇതിൽ ആരാണ് പ്രധാന കഥാപാത്രമെന്നത് വേർതിരിച്ച് കാണാനാകാത്ത വിധം കഥാതന്തു ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.
അജ്ഞാതമെന്ന നോവലിന് ഇംഗ്ലീഷ് പരിഭാഷയുണ്ടാകും. അതിന് തയ്യാറായ ആൾ വായിച്ചു നോക്കി അയച്ചു കൊടുത്ത അഭിപ്രായം കൂടി കേൾക്കുക. മനുഷ്യ മനസ്സുകളെ അപഗ്രഥനം ചെയ്യുന്ന അതിമനോഹരമായ ധാരാളം നോവലുകൾ കൊണ്ട് സമ്പുഷ്ടവും സമ്പന്നവുമാണ് മലയാള ഭാഷ. എന്നാൽ അന്വേഷണങ്ങളും സയൻസും സ്പിരിച്വാലിറ്റിയും ഇത്തരത്തിൽ സമഞ്ജസമായി സമ്മേളിക്കുന്ന മറ്റൊരു നോവൽ മലയാളത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. അടുത്തായി പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തക പ്രകാശനം നടത്തുന്നതിനായി ബഹുമാന്യായ സൂര്യ കൃഷ്ണമൂർത്തി സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിന് ഡോക്ടർ ഹരീന്ദ്രൻ നായർ സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഓണക്കാലത്ത് പുറത്തിറക്കിയിരിക്കുന്ന സബ്ബാന ട്രസ്റ്റ് പ്രസിദ്ധീകരണങ്ങളുടെ ഒരു കിറ്റിൻ്റെ ആദ്യ വിൽപ്പനയും അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ ഇപ്പം നടക്കാൻ പോകുന്നത്. ആദ്യ വിൽപ്പനയാണ് കൃഷ്ണമൂർത്തി സാർ ഹരീന്ദ്രൻ നായർ സാറിന് കൊടുത്തുകൊണ്ട് ആദ്യത്തെ വിൽപ്പന നടത്തുന്നത്. വേദിയിലെ മഹൽ വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. സദസ്സിലെ എൻ്റെ സുഹൃത്തുക്കൾക്ക്, സാഹിത്യപ്രേമികൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ നോവൽ മുഴുവനായി ഞാൻ വായിച്ചിട്ടില്ല. 3 ദിവസം മുൻപാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം ഒരു 150 പേജോളം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായത് ഞാനായിരുന്നില്ല ഇത് പ്രകാശനം ചെയ്യേണ്ടത് എന്നാണ്. ഇതൊരു മഹാപണ്ഡിതൻ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇത് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഇത് ഇങ്ങനെ ഒരു പ്രകാശനം നടത്താനുള്ള യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നോവലിസ്റ്റിൻ്റെ മകളും ഞാനും ഒരുമിച്ച് 2 സിനിമകളിൽ സഹകരിച്ചിട്ടുണ്ട് എന്നിട്ടുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദുലക്ഷ്മി അതിസുന്ദരമായ ഒരു മലയാള സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. നിള എന്നാണ് അതിൻ്റെ പേര്. അത് എത്ര പേർ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കാണേണ്ട ഒരു ഫിലിമാണ്. മലയാളത്തിൽ ഒരു 200 സിനിമകൾ, ഏറ്റവും നല്ല സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിള എന്ന ചിത്രം തീർച്ചയായും പെടും. അത്ര നല്ല ഒരു സിനിമയാണ്. ഇപ്പോൾ ഒരു പുതിയ ചിത്രം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലും ഞാൻ എൻ്റെ കൂട്ടുകാർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കലാകാരന്മാർ എല്ലാവരും സഹകരിച്ചിട്ടുമുണ്ട്. ആ ഒരു യോഗ്യത അല്ലാതെ എനിക്ക് വേറെ ഒരു യോഗ്യതയും ഇല്ല. ശാസ്ത്രവും രാഷ്ട്രീയവും ആത്മീയതയും കൂട്ടി ചേർത്തുള്ള ഇങ്ങനെ ഒരു നോവൽ മലയാളത്തിൽ അധികമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രവും കലയുമായിട്ടുള്ളത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ശാസ്ത്രീയ സംഗീതം എന്നാണ് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കിന്. ക്ലാസിക്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എവർലാസ്റ്റിംഗ് എന്നുള്ളതാണ്. ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിംഗ് മ്യൂസിക് എന്നാണ്. അതുകൊണ്ടാണ് ലജ്ജാവതിയെ പോലുള്ള പാട്ടുകൾ ഒരു 2-3 മാസം നിന്നിട്ട് മരിച്ചു പോവുകയും 300-400 കൊല്ലം മുമ്പ് ത്യാഗരാജസ്വാമിയും ഒക്കെ എഴുതിയ കീർത്തനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് ക്ലാസിക്കൽ. അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം നോക്കുകയാണെങ്കിൽ അതിൽ ശാസ്ത്രമുണ്ട്, കലയുമുണ്ട്. സംഗീതം മുന്നോട്ട് പോകുന്നത് താളത്തിൻ്റെ കണക്കനുസരിച്ചാണ്.
താളമാണ് സംഗീതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത്. ഈ താളം എന്ന് പറയുന്നത് കണക്കാണ്, കണക്ക് എന്ന് പറയുന്നത് സയൻസാണ്. അപ്പോൾ നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ അതിൽ രാഷ്ട്രീയവും ആത്മീയതയും എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അത് ഒരു പുതിയ അനുഭവമായി തോന്നി. ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നമ്മൾ എത്രത്തോളം ഇഗ്നറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കൂടിയാട്ടം കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ഒരു കൂടിയാട്ടം കണ്ടാൽ നമുക്ക് എന്തുമാത്രം അറിവില്ലായ്മ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെയാണ് എനിക്ക് ഈ കുറച്ച് പേജുകൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചാണ്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, എന്നെപ്പോലുള്ളൊരു നിസ്സാരനായ ഒരാളല്ലായിരുന്നു ഇത് പ്രകാശനം ചെയ്യേണ്ടത്. ഒരിക്കലൊരു വളരെ പണക്കാരനായ ഒരാൾ അയാളുടെ മകനെ ഒരു എക്സ്കർഷന് കൊണ്ടുപോകുന്നു, ഒരു ടൂറിന്. അദ്ദേഹം കൊണ്ടുപോകുന്നത് വളരെ പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഒരു ഊരിലേക്കാണ്. അവൻ ദാരിദ്ര്യം കാണട്ടെ, അത് കണ്ട് രസിക്കണമെങ്കിൽ രസിച്ചോട്ടെ, ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിക്കോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ആ പണക്കാരനായ അച്ഛൻ മകനെ കാറിൽ, ഏറ്റവും വില കൂടിയ കാറിൽ, ഒരു ആദിവാസി ഊരിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നടന്ന് എല്ലാം കണ്ടോളാനായിട്ട് മകൻ്റെ അടുത്ത് പറഞ്ഞു. മകൻ മണിക്കൂറുകളെടുത്ത് എല്ലാം കണ്ടു. എന്നിട്ട് തിരികെ വരുന്ന വഴിക്ക്, ഡ്രൈവ് ചെയ്ത് ഏറ്റവും വില കൂടിയ കാറിൽ തിരികെ വരുന്ന വഴിക്ക് ആ അച്ഛൻ മകനോട് ചോദിച്ചു, നീ എന്താണ് ഈ എക്സ്കർഷൻ, ഈ ടൂറിൽ നിന്ന് നീ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കുളിക്കുവാൻ വേണ്ടി, നീന്തുവാൻ വേണ്ടി അച്ഛൻ ഞങ്ങൾക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തന്നു. വലിയ സന്തോഷം. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ല, ഒഴുകുന്ന വെള്ളത്തിൽ 3 നദികളിൽ കുളിക്കുന്ന ആദിവാസി കുട്ടികളെയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ വീണ്ടും പറഞ്ഞു, ഐ ഡോണ്ട് വോണ്ട് ടു നോ വാട്ട് യു സോ, വാട്ട് യു ലേൺഡ്, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അവൻ വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ അബ്സർവ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അവിടെ ഒരു വീട്ടിലും ഫ്രിഡ്ജില്ല, അതുകൊണ്ട് തന്നെ ആദിവാസി ഊരിൽ ആശുപത്രികളുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പറഞ്ഞതാണ്, ആ കുട്ടി പറഞ്ഞതാണ്, അവൻ അബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഞാൻ ഈ ആദിവാസി ഊരിൽ വന്നപ്പോൾ ഒരു വീട്ടിൻ്റെ ചുറ്റിലും മതിൽ കണ്ടില്ല. അച്ഛൻ നമ്മുടെ വീട്ടിന് ചുറ്റിൽ വലിയ മതിൽ കെട്ടി നമ്മൾ സ്വയം കാരാഗ്രഹത്തിലാകുകയാണ്. പിന്നീട് പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ അവരുടെ വീടുകളിൽ ടി വി ഇല്ല, അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവർ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും എന്ന് പറഞ്ഞു. ഇതെല്ലാം അച്ഛൻ കേൾക്കുകയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഐ ഡോണ്ട് വോണ്ട് ടു നോ വാട്ട് യു സോ, ഐ വോണ്ട് ടു നോ വാട്ട് യു ലേൺഡ് ഫ്രം ദിസ് ടൂർ എന്ന് പറയുന്നു. ഇപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കറികളെല്ലാം വാങ്ങി നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. അവർ ചെയ്യുന്നത്, അവർക്ക് വിശക്കുമ്പോൾ അവർ മരത്തിൽ കയറി ആവശ്യമുള്ള കായ്ഫലങ്ങളെല്ലാം പറിച്ച് കൊണ്ടുവന്ന് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒടുവിൽ അവൻ പറഞ്ഞു, ഞാൻ കിടക്കുമ്പോൾ രാത്രി ഞങ്ങളെ താരാട്ടുപാട്ടി ഉറക്കാറുണ്ട് പണ്ട്, ഇപ്പോൾ കുറച്ച് വലുതായി. എന്നാലും ഞങ്ങളെ ഉറക്കാൻ നേരത്ത് അച്ഛനും അമ്മയും ഞാൻ എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ മുകളിൽ നോക്കിയാണ് കിടക്കുന്നത്. സീലിംഗ് ഫാൻ ആണ് നമ്മൾ കാണുന്നത്. ഈ കുട്ടികൾ കാണുന്നത് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും അച്ഛൻ ചോദിച്ചു, ഐ നെവർ വോണ്ട് ടു നോ വാട്ട് യു സോ, വാട്ട് യു എക്സ്പീരിയൻസ്, ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് ടു നോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നൗ ഐ നോ ഹൗ പുവർ വി ആർ എന്ന് പറഞ്ഞു. ഇതാണ് ഈ നോവലിൻ്റെ കുറച്ച് പേജുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ അനുഭവം. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങൾ, രാഷ്ട്രീയവും ആധ്യാത്മികതയും പിന്നെ ശാസ്ത്രം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു നോവൽ എന്ന് പറയുന്നത്
ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഹോമോജീനിയസ് ആവണം, ഹെറ്ററോജീനിയസ് ആകാതെ ഇതെല്ലാം കൂടി ഒന്നായി കാണുന്ന രീതിയിൽ വരണമെങ്കിൽ അത് വളരെ ചില്ലറ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തിന് മുമ്പിൽ ഞാൻ നമിക്കുന്നു. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുന്നു. ഇത് ഒരുപാട് കോപ്പികൾ വിറ്റുപോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല. പക്ഷെ എത്തേണ്ടിടത്ത് എത്തേണ്ട മനസ്സുകളിൽ ഇതെത്തട്ടെ എന്ന് ഞാൻ പറയുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതേ വേദിയിൽ, ഇതേ സ്ഥലത്ത് തമ്പാൻ സാറിൻ്റെ ഒരു പുസ്തക റിലീസിന് ഞാൻ പറഞ്ഞ ഒരു വാചകം, എൻ്റെ വാചകമല്ല, MT എഴുതിയതാണ്. MT എഴുതിയത്, അറിയാത്ത മഹാസാഗരങ്ങളെക്കാൾ അറിയുന്ന നിലയെക്കുറിച്ച് എഴുതാനാണ് എനിക്കിഷ്ടം എന്ന് MT എഴുതി. അതാണ് അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത നമ്മൾക്ക് വിളമ്പിത്തരികയാണ്. സ്വീകരിക്കുക. നന്ദി, നമസ്കാരം. ഹരീന്ദ്രനാഥ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ രവി ശ്രീധർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധാരാളം ഭാഗ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, കൊച്ചു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യമായി ഞാൻ ഈ സായാഹ്നം കണക്കാക്കുന്നു. ഈ പുസ്തകം രവി സാറ് 2-3 ഡേറ്റിങ്ങിനെ മാറുന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അല്ലാതെ പുസ്തകം വായിക്കാനോ അതിനുള്ള സാഹചര്യം എനിക്ക് ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോൾ പറഞ്ഞു കേട്ടു, ആധ്യാത്മികതയും ശാസ്ത്രീയതയും രാഷ്ട്രീയവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അത് കൊള്ളാം. രണ്ടിനെയും ഉൾക്കൊള്ളാൻ കഴിയുക, അത് കുറച്ച് പേർക്ക് കഴിയത്തുള്ളൂ. ഒരു വിഭാഗം ആൾക്കാരുണ്ട് ശാസ്ത്രീയത മാത്രം ഉൾക്കൊള്ളും, ഒരു വിഭാഗം ആധ്യാത്മികത മാത്രം ഉൾക്കൊള്ളും. വിശ്വാസത്തിൽ ഊന്നിയ, സങ്കല്പങ്ങളിലും ആചാരങ്ങളിലും ഊന്നിയ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. അതിനൊക്കെ വിരുദ്ധമായി ചിന്തിച്ചുകൊണ്ട്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് കാണുന്നത് ശാസ്ത്രീയത. പക്ഷേ ആധ്യാത്മികതയിൽ ശാസ്ത്രീയത കൊണ്ട് കൈ കടത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായ കാര്യങ്ങളെ ആധ്യാത്മികതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് അതിന് പ്രാധാന്യം കിട്ടുന്നത്. അങ്ങനെ ഈ അജ്ഞാതമെന്നുള്ള പുസ്തകം അത്രയും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ആധ്യാത്മികതയും ശാസ്ത്രീയതയും എങ്ങനെ നമുക്ക് പറ്റുമെന്ന്. കുഞ്ഞുനാളിലേക്ക് നമ്മൾ അമ്മുമ്മ വൈദ്യം, ഞാൻ വൈദ്യനായതുകൊണ്ട് അങ്ങനെയും കൂടെ പറയാൻ പറ്റുമല്ലോ, അതിനൊരു ഉദാഹരണമായിട്ടത് എങ്ങനെ ബന്ധിപ്പിക്കാമെന്നുള്ളതിൻ്റെ. കുഞ്ഞുനാളിലും കുഞ്ഞുമക്കൾക്ക് പല്ലുവേദന വന്നാൽ അമ്മ വൈകുന്നേര സമയം കുഞ്ഞു മോനെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. ഒരു സ്റ്റൂളോ കസേരയിട്ട് അവിടെ ഇരുത്തും. മോനെ കണ്ണടച്ചോണം, എന്നിട്ട് ഞാനിപ്പം നിനക്ക് ഒരു മരുന്ന് തരും, ഇത് കടിച്ച് പിടിച്ചോണം, നിൻ്റെ പല്ലുവേദന ഇപ്പം മാറുമെന്ന് പറഞ്ഞിട്ട് അമ്മ മുന്നിലുള്ള തുളസി തറയിൽ നിന്നൊരു തുളസി ഇലയെടുത്ത്, ഇത് നിനക്കൊരു മന്ത്രം ചൊല്ലി ഞാനിപ്പോൾ കൊണ്ടുതരാം, നീ കണ്ണടച്ചിരുന്നോണം എന്ന് പറഞ്ഞിട്ട് അമ്മ വീട്ടിന് ചുറ്റിലും നടന്ന് കൊണ്ടുവന്നിട്ട് ഈ തുളസിയില പൊതിഞ്ഞ് ചുരുട്ടി വേദനയുള്ള ഭാഗത്ത് വെച്ച് കടിച്ച് പിടിച്ചോളാൻ പറയും. 2 മിനിറ്റ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ വേദന മാറുന്നു. ഇതിനകത്ത് ശാസ്ത്രീയതയുണ്ട്, ആത്മീയതയുണ്ട്, വിശ്വാസത്തിലൂന്നിയതാണ്. അമ്മമ്മ പറയുന്നു കണ്ണടച്ചോണം, അതുകൊണ്ട് കണ്ണടയ്ക്കും. അവിടെ ശാസ്ത്രീയതയ്ക്ക് പ്രാധാന്യമില്ല. ശാസ്ത്രീയത നമുക്ക് കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? കണ്ണടയ്ക്കുക, അപ്പോൾ എന്തോ സംതിങ് ടു ഹൈഡ്, അതല്ലേ, അപ്പം ഞാൻ കണ്ണടയ്ക്കൂല എന്നുള്ള ചിന്ത വരും. അമ്മമ്മ പറഞ്ഞതുകൊണ്ട് കണ്ണടയ്ക്കാൻ ഇതാവും. മോൻ അമ്മമ്മയുടെ പുറകെ വരരുത്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അമ്മമ്മ നടന്നു പോകുമ്പോൾ പണ്ട് വീട്ടിൻ്റെ ചുറ്റിലും കുഴിയാന ഉണ്ടായിരുന്നു. ഒരു കുഴിയാനെ തോണ്ടിയെടുത്ത് തുളസിയിലക്കകത്ത് പൊതിഞ്ഞ് ചുരുട്ടി കൊണ്ടുവന്ന് വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കാൻ പറയുന്നു. കുഴിയാന തുളസിയിലയിൽ പൊതിഞ്ഞ് ചവച്ച് പിടിച്ചാൽ നമുക്കും പല്ലുവേദന മാറും. പക്ഷേ നമ്മൾ സ്കെപ്റ്റിക്കലാവും, നമ്മൾ അതിനെ ശരിക്കും ക്രിട്ടിക്കലാവും. ഇത് ശരിയല്ല, അത് വിഷമാണ്, ഇത് ശരിയല്ല, അത് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കും, വിമർശനാത്മകമായിട്ട് നമ്മളതിനെ കാണും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഘടകം വരാതിരിക്കുമ്പോൾ ഒരു പക്ഷേ പല്ലുവേദന മാറണമെന്നുമില്ല. ശാസ്ത്രീയതയിൽ മാറാം.
അപ്പോൾ ശാസ്ത്രീയതയ്ക്ക് ആത്മീയത, വിശ്വാസത്തിലൂന്നിയ ആത്മീയതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ അവിടെ ഇരുന്ന് ഇപ്പോൾ പറയുമ്പോൾ തമ്പാൻ സാറും കൃഷ്ണമൂർത്തി സാറും ഒക്കെ പറയുമ്പോൾ ഞാനതെങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ചടങ്ങിൽ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ എന്തായാലും നല്ല വലിയ ബുക്കുമാണ്, 45ഓളം അധ്യായങ്ങളുണ്ട്. തിരക്കിനിടയ്ക്കും ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്കും ഞാൻ ഉറപ്പായിട്ട് വായിക്കും സാർ. അധികം വൈകാതെ വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം, കൊച്ചൻ്റെ അഭിപ്രായവും ഞാൻ അങ്ങനെ അറിയിക്കും. ശരിക്കും അങ്ങ് ഈ സാഹിത്യ സൃഷ്ടിയിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകവും പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അതൊരു ഹാസ്യ സാഹിത്യമാണ്. അത് സാറിൻ്റെ ഒരു പുസ്തകം. അത് ഞാനും ശ്രീ ദക്ഷിണ ചേട്ടനെ കൂടെ ഉണ്ട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം, ഞാൻ ഇച്ചിരി നേരത്തെ പോകുന്നു. ഞാൻ സാറിനോട് പെർമിഷൻ എടുത്തിരുന്നു, ജാടയായിട്ട് കണക്കാക്കരുത്. സാറിനോട് പറഞ്ഞു, സാർ ഞാൻ 4:00 വിട്ടേക്കണേ, അങ്ങനെ അഥവാ 4:00 തുടങ്ങിയില്ല എങ്കിൽ ഞാൻ എല്ലാവരെയും കണ്ടതിന് ശേഷം പതുക്കെ ആരും അറിയാതെ അങ്ങ് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷം. കൂട്ടത്തിൽ ഇവിടെ അറിവിൻ്റെ പൊന്നോണം ഒരു ഗ്രന്ഥശേഖരം റിസീവ് ചെയ്തുകൊണ്ട് അതിൻ്റെയും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ജീവിതഗന്ധിയായ കാര്യങ്ങൾ പറയുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാകുന്നത്. നമുക്കുള്ള അനുഭവങ്ങൾ, നമുക്ക് വിശ്വാസയോഗ്യമായ അനുഭവങ്ങൾ, ഫിക്ഷനൊന്നുമില്ലാതെ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ, തൊട്ടടുത്ത വീട്ടിലൊരു കാര്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ അതിനാണ് ജീവിതഗന്ധി എന്നൊക്കെ പറയുന്നത്. അതിന് സ്വീകാര്യത കൂടും. നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും, ഇതിങ്ങനെ പ്രായോഗികമാണ്. പ്രായോഗികമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ നമുക്ക് സാങ്കല്പികമായിട്ടുണ്ട് എങ്കിലും, എല്ലാം സാങ്കല്പികമാണെങ്കിലും അതിനകത്ത് പ്രായോഗികതയും കൂടെ കടന്നുകൂടുമ്പോഴാണ് മറ്റുള്ളവർക്ക് സ്വീകാര്യമാകുന്നത്. അപ്പോൾ രവി സാറിൻ്റെ ഈ പുസ്തകം അങ്ങനെയാണ് എന്ന് എനിക്ക് മുന്നേ സംസാരിച്ചവരുടെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഈ പുസ്തകം സ്വീകരിക്കുന്നു. അറിവിൻ്റെ പൊന്നോണവും സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ രൂപകൽപ്പന ചെയ്ത ശ്രീ ശ്രീകുമാറിനുള്ള പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തി സാർ നൽകുന്നതാണ്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ആൾ എന്ന നിലയിൽ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നത് അധികപ്പറ്റായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അജ്ഞാതം എന്നാണ് ഈ നോവലിൻ്റെ പേര്. അജ്ഞാതം എന്ന വാക്കും അനന്തം എന്ന് പറയുന്ന വാക്കും എവിടെ കേട്ടാലും, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്ന കൃതിയിലെ ഒരു ശ്ലോകം എനിക്ക് ഓർമ്മ വരും. അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. അല്ല, രണ്ടാമത്തെ രണ്ടുപേരി പുതിയ കാലഘട്ടത്തിൽ ഒരു കവി ഇങ്ങനെ തിരുത്തി എഴുതി, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന ഡാർവിൻ കഥയെന്ത് കണ്ടു എന്ന് തിരുത്തി. കാരണം ഈ പ്രപഞ്ചത്തിലെ വളരെ ഗഹനവും നിഗൂഢവും ഒക്കെയായ കാര്യങ്ങളിലേക്ക് വെറും 4 വരി കൊണ്ട് ഒരു എത്തിനോട്ടം നടത്തിയിരിക്കുകയാണ് ഈ നാലപ്പാട്ട് നാരായണ മേനോൻ. ഈ പുസ്തകത്തിന് ഞാൻ എഴുതിയ അവതാരികയ്ക്ക് ഞാനിട്ട പേര് അന്വേഷണത്തിൻ്റെ കർമ്മകാണ്ഡങ്ങൾ എന്നായിരുന്നു. മൊത്തം അന്വേഷണമാണ്. അജ്ഞാതം എന്ന പേരിൻ്റെ കൂടെ അനന്തം എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഈ നോവൽ വായിക്കുന്നവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പത് സൂചിപ്പിച്ചത്. മൊത്തം അന്വേഷണങ്ങളാണ്. ആ അന്വേഷണങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, സയൻസുണ്ട്, ആധ്യാത്മികതയുണ്ട്. ഈ 3 എണ്ണത്തിനെയും ഒരേപോലെ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ത്രിവേണി സംഗമം പോലെ ഒരു ലയനം സാധ്യമാക്കുക എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലമാണ് സത്യത്തിൽ ഈ നോവൽ.
40 വർഷം മുമ്പേ എനിക്ക് പരിചയമുള്ള രവി ശ്രീധർ ഇതിൻ്റെ ഭാഷാപരമായ തെറ്റുകൾ തിരുത്തിത്തരണം, അവതാരിക എഴുതി തരണം എന്നും പറഞ്ഞ് സത്യത്തിൽ എന്നെ സമീപിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരം ഞാൻ വായിച്ചിട്ടുണ്ട്, പൊട്ടാത്ത കുമിളകൾ എന്ന മറ്റാണ് അതിൻ്റെ പേര്. അപ്പം ഈ നോവൽ രംഗത്ത് ഒട്ടും കൃതഹസ്തനല്ലാത്ത ഒരാളിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്നുള്ള നിലയിൽ ഈ നോവലിനെ സംബന്ധിച്ച് ഞാൻ വച്ചു പുലർത്തിയ കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്ന് നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നോവൽ. ആരോ പറഞ്ഞിട്ടുണ്ട്, നോവൽ ഒരു മുന്തിരിത്തോട്ടമാണ്, കവിത ഒരു മുന്തിരി വള്ളിയാണ്. മുന്തിരിവള്ളി അടുത്തു പോയി നിന്നാൽ അതിൽ എത്ര ഇലകളുണ്ട്, എത്ര മുന്തിരി മണികളുണ്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായി എണ്ണി നോക്കാം. പക്ഷേ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഒരു ഒരു വിഹക വീക്ഷണമാണ്. ഏത് നോവലിനെ സമീപിക്കുമ്പോഴും കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന കൃതിയിലെ ആദ്യത്തെ 4-5 ശ്ലോകങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം ഹിമാലയത്തിൻ്റെ താഴ്വാര പ്രദേശത്തുള്ള ഒരു ചെറിയ പൊക്കമുള്ള സ്ഥലത്ത് നിൽക്കുകയാണ് ദിവാകര യോഗി. അപ്പോൾ നല്ല ഹൈമവത ഭൂവിലേറെയായി കൊല്ലം അങ്ങൊരു വിഭാത വേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉൽബുല്ല ബാലരവി പോലെ കാന്തിമാൻ. അയാൾ അവിടെ നിന്നുകൊണ്ട് താഴ്വാര പ്രദേശങ്ങൾ നോക്കുന്നു. മരങ്ങളുടെ ഒരു വലിയ കടൽ, അപാരമായ പ്രകൃതി ഭംഗി, വൈൽഡ് വൈഡ് 2 ഇംഗ്ലീഷ് വാക്കുകൾ അവിടെ ഉപയോഗിക്കാം. വൈൽഡായ ഭംഗിയുടെ വൈഡായ കാഴ്ച. അങ്ങനെ നിൽക്കുമ്പോൾ കണ്ണുകൾ അയാൾ പ്രകൃതിക്ക് അടിയറ വച്ച അവസ്ഥ. താഴ്വരയിൽ നിന്നൊരു സ്ത്രീ പാടുന്ന പാട്ട് അയാളെ തേടി വരുന്നു. ആ പാട്ടിനെ പിന്തുടർന്ന് ഒരു തടാകത്തിൻ്റെ കരയിൽ യോഗി എത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ CT 2017 എന്ന കാർ ആരുടെയാണെന്ന് പറയാമോ? അതൊന്ന് എടുത്തു മാറ്റിയാൽ കൃഷ്ണമൂർത്തി സാറിന്റെ വണ്ടി എടുക്കാൻ കഴിയുള്ളൂ. CT 2017. അങ്ങനെ ആ പാട്ടിനെ പിന്തുടർന്നൊരു തടാകക്കരയിൽ അയാൾ എത്തുമ്പോൾ അവിടെ സുന്ദരിയായ ഒരു സ്ത്രീ കുളിച്ച് ഇങ്ങനെ തുവർത്തിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ എന്തിനിവിടെ ഉദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ, ദിവാകര യോഗിക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു വിഹക വീക്ഷണമാണ്. അതായത് വളരെ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു പരുന്ത് മൈക്രോസ്കോപ്പിൽ എന്നതുപോലെ താഴെ നിൽക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ കാണുന്ന കാഴ്ച സങ്കല്പിക്കുക. അതാണ് വിഹക വീക്ഷണം. ഒരു നോവൽ ആദ്യം തരുന്നത് വിഹക വീക്ഷണമാണ്. അത് കഴിയുമ്പോൾ അത് സൂക്ഷ്മതയിലേക്ക് പതുക്കെ 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 ഇറങ്ങി ഇങ്ങനെ വരും. ഇതാണ് നോവലിൻ്റെ ഒരു വിദ്യ. കവിതയുടെ ഒരു സൂക്ഷ്മ സ്വഭാവമോ ജൈവ സ്വഭാവമോ ആദ്യം ഒരു നോവൽ നമുക്ക് സമ്മാനിക്കുകയില്ല. അതിനകത്തെ കാര്യകാരണ നിബന്ധന വേണം, ക്രോണോളജിക്കൽ ഓർഡർ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. രാജാവിന് സ്നേഹമയിയായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് രാജാവ് മരിച്ചുപോയി. കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ രാജ്ഞി മരിച്ചുപോയി. അനാഥനായ രാജകുമാരനെ എങ്ങോട്ടോ ഓടിപ്പോയി. ഇതൊരു കഥയാണെന്ന് സങ്കല്പിക്കുക. ഇതിനൊരു നോവലാക്കി ഞാൻ കാണിച്ചു തരാം. പണ്ട് ഉദയപുരം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ ഉദയനൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദയവതി വളരെ സ്നേഹമുള്ള ഒരു രാജ്ഞിയായിരുന്നു. അവർക്ക് ആദിത്യൻ എന്നു പേരുള്ള മിടുക്കനായ ഒരു മകൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മന്ത്രിയും സൈന്യാധിപനും ചേർന്ന് എങ്ങനെ രാജാവിനെ കൊന്ന് ഭരണം കൈക്കലാക്കാം എന്ന് ആലോചിച്ചു. അവർ ഒരു നായാട്ടിനിടയിൽ രാജാവിനെ ഒരു സിംഹം ആക്രമിക്കാൻ വന്നപ്പോൾ ബോധപൂർവം അവർ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. അങ്ങനെ സിംഹം രാജാവിനെ ആക്രമിച്ചു കൊന്നു. രാജാവ് സിംഹത്താൽ കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. രാജ്ഞി പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ പറഞ്ഞറിഞ്ഞു അതൊരു ചതിയായിരുന്നു എന്ന്. വിരഹദുഃഖത്താൽ നീറി രാജ്ഞി പതുക്കെ പതുക്കെ രോഗബാധിതയായി. അപ്പോൾ മൈത്രേയൻ എന്നു പേരുള്ള കൊട്ടാരം വൈദ്യനെ കൊണ്ട് മന്ത്രിയും സൈന്യാധിപനും രാജ്ഞിയെ ചികിത്സിപ്പിച്ചു. ആരോഗ്യം ക്രമേണ നശിപ്പിക്കുന്ന മരുന്നാണ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നത്. മരിക്കുന്നതിന് മുമ്പ് രാജ്ഞി അവരുടെ ആദിത്യൻ എന്ന മകനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ അനന്തരാവകാശിയായ നിന്നെയും അവർ കൊന്നുകളയും.
അങ്ങനെ അവസാന രാജ്ഞി മരിച്ചു. അനാഥനായ ആദിത്യൻ രാജ്യം വിട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞ 3 വാചകത്തിൽ ഇതൊന്നുമില്ല. രാജ്യത്തിന് പേരില്ല, രാജാവിന് പേരില്ല, ആർക്കും പേരില്ല, കാര്യകാരണ നിബന്ധനയില്ല. രാജാവ് മരിച്ചു, കുറേ കഴിഞ്ഞ് രാജ്ഞി മരിച്ചു, കുറച്ച് കഴിഞ്ഞ് ചെറുക്കൻ ഒളിച്ചോടിപ്പോയി. ഈ കാര്യകാരണ നിബന്ധനയും കാലാനുക്രമണികയും എല്ലാം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നോവൽ തകിടം മറിയും. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൃതിയിലെ ഒരു കഥാപാത്രം കൊലപാതക കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ടു. ജയിലിലേക്ക് പോകുമ്പോൾ അയാൾക്കൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. ഈ പ്രതിക്ക് വർഷങ്ങൾ അയാൾ ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യ ജയിലിൻ്റെ ഗേറ്റിൽ നിൽക്കുമ്പോൾ കൈക്കുഞ്ഞ് ഒക്കത്തിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൈക്കുഞ്ഞ് വളർന്നില്ലേ? ആ വളർച്ച നോവലിസ്റ്റ് മറന്നുപോയി. പക്ഷേ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചു ആരോ. അതുകൊണ്ട് മാത്രമാണ് നോവൽ രക്ഷപ്പെട്ടത്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ സിനിമയാവുമ്പോഴേ അതിങ്ങനെ വിക്രമാദിത്യൻ ഇങ്ങനെ രഥത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചുമരിൽ എഴുതി വെച്ചിരിക്കുകയാണ് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ഇതിലാണ് സത്യത്തിൽ നമ്മൾ ക്രോണോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ലോകപ്രസിദ്ധമായ ഒരു ഉദാഹരണമുണ്ട്. ജൂലിയസ് സീസർ എന്ന് പറയുന്ന രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ശബ്ദം മുഴക്കുന്ന ക്ലോക്കില്ല. ഇപ്പോൾ 12 ആകുമ്പോൾ 12 പ്രാവശ്യം ക്ലോക്ക് ശബ്ദിക്കും. അത് ആദ്യമായി ലോകത്തുണ്ടായപ്പോൾ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഈ ആൾക്കാർ അതിനെ കണ്ടത്. എങ്ങനെ ക്ലോക്കിനറിയാം 12 ആയെന്ന്, എങ്ങനെ അത് 12 അടിക്കുന്നു? അപ്പോൾ ജൂലിയസ് സീസറിൻ്റെ കാലത്ത് ക്ലോക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ ഷേക്സ്പിയർ നാടകമാക്കി എഴുതി ജൂലിയസ് സീസർ എന്നുള്ള പേരിൽ. അതിൽ സീസറിൻ്റെ കൊട്ടാരത്തിലിരുന്ന് ക്ലോക്ക് അടിക്കുന്നതായിട്ട് ചിത്രീകരിച്ചു. സീസറിൻ്റെ കാലത്ത് ക്ലോക്കില്ല, നാടകകൃത്തിൻ്റെ കാലത്ത് ക്ലോക്കുണ്ട്. പക്ഷെ അദ്ദേഹം ഓർത്തില്ല. ഇത്തരത്തിലുള്ള ക്രോണോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നോവൽ എഴുതുന്ന ആൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വൈഡ് ക്യാൻവാസിൽ ചിത്രീകൃതമാകുന്ന ഇതുപോലുള്ള ഒരു സാമാന്യം വലിയ നോവലിൽ എത്രയോ പിഴവുകൾ സംഭവിക്കാം. പക്ഷേ കൃതഹസ്തനായ ഒരാളിൻ്റെ രചന പോലെയാണ് ഈ നോവൽ നമുക്ക് അനുഭവപ്പെടുക. ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. കേരളത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ ഈ നോവലിൽ കാണാം. സലാം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകനായിരുന്നു. ആ സ്ഥാനത്ത് റോയിയും ശിവദാസും വരുമ്പോൾ ആ തൊഴിലാളി പാർട്ടി എങ്ങനെ മുതലാളി വർഗ പക്ഷപാതം കാണിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അർജുനനെ പോലെയുള്ള ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. മറ്റൊന്ന് സയൻസും യഥാർത്ഥ ചില വസ്തുതകളും കാവ്യാത്മകതയും കൈപിടിക്കാത്തതാണ്. ഒരിക്കൽ ഒരു കവി തത്തയോട് ചോദിച്ചു, ഇതൊരു സാങ്കല്പികമാണ് കേട്ടോ, തത്തയോട് ചോദിച്ചു, മൊഴിയുക തത്തേ എങ്ങനെ കിട്ടി മിഴികൾ കക്കും പച്ച നിറം? തത്തേ, നിനക്ക് എങ്ങനെയാണ് ഈ പച്ച നിറം കിട്ടിയത്? അപ്പൊ തത്തയുടെ മറുപടി, ഇലകൾക്ക് പൂശാൻ വെച്ചൊരു ചായ ഭരണിയിൽ വീണു തത്തമ്മ. ദൈവം ഒരു വലിയ ഭരണിക്കകത്ത് പച്ച ചായം കലക്കി വെച്ചിരിക്കുകയായിരുന്നു ഇലകൾക്ക് പൂശാൻ. എങ്ങനെയോ തത്തമ്മ ഇതിനകത്ത് വീണുപോയി. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ തത്തമ്മയ്ക്ക് പച്ച നിറം. പക്ഷേ ഇതൊരു സുവോളജിക്കാരൻ സമ്മതിച്ചു തരൂല. ഇലകൾക്ക് പൂശാൻ വെച്ചൊരു ചായ ഭരണിയിൽ വീണു തത്തമ്മ. കവി വീണ്ടും ചോദിച്ചു, നിന്റെ ചുണ്ട് മാത്രം എന്താണ് ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? അപ്പൊ തത്ത പറഞ്ഞു, അത് പഴമെന്നൂന്നി മുരിക്കിൻ പൂക്കുല കൊത്തിത്തിന്നു തത്തമ്മ. മുരിക്കിൻ്റെ പൂങ്കുല ചൊവ ഇങ്ങനെ നിൽക്കുകയാണ്. അത് പഴമാണെന്ന് വിചാരിച്ച് ഞാൻ അതിന് കൊത്തി, അപ്പോൾ എൻ്റെ ചുണ്ട് ചുവന്നു. ഇവിടെ സയൻസും കവിതയും വേർപിരിയുകയാണ്. പക്ഷേ ചിലപ്പോൾ ഇത് പരസ്പര പൂരകമായിട്ട് മാറും. ത്രിസന്ധ്യാ നേരത്ത് പരമശിവൻ ജടയഴിച്ചിട്ട് ചെയ്യുന്ന നൃത്തം, അന്തരീക്ഷത്തിൽ ജടയുടെ മുടികൾ ഇങ്ങനെ പാറിപ്പറക്കും. അതിൽ നിന്ന് ഊർജത്തിൻ്റെ തരംഗമാലകൾ ഉത്ഭവിക്കുന്നു എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. കാസ്കേഡ്സ് ഓഫ് എനർജി, ഊർജത്തിൻ്റെ തരംഗമാലകൾ ശിവന്റെ ജടയിൽ നിന്നിങ്ങനെ പ്രസരിക്കും. ഈ സങ്കല്പം വച്ചിട്ടാണ് ജി ശങ്കരക്കുറുപ്പ് ശിവതാണ്ഡവം എന്ന പേരിലൊരു കവിത എഴുതിയത്. ഇമ ചിമ്മി ചിമ്മി നോക്കി നിന്നുപോയി ഞാൻ മൂവന്തിക്ക കമനീയ നടന ലീല, അങ്ങനെ തുടങ്ങുന്ന കവിത. ആ കവിത മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഫിസിക്സ് അറിയണം. എങ്കിൽ ആ കവിത കൂടുതലായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ശോണമിത്രൻ എന്ന് പറയുന്ന കവിത
മനസ്സിലാവണമെങ്കിൽ അല്പ എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ സയൻസും കവിതയും കൈകൊടുക്കുന്ന സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാം. ഇവിടെ അദ്ദേഹം ഒരു ഇഴ എന്ന് പറയുന്നത് പിന്നെ പൊളിറ്റിക്സാണ്, മറ്റൊരു ഇഴ എന്ന് പറയുന്നത് സയൻസാണ്, ഇനിയൊരു ഇഴ എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. അതാണ് സയൻസ് അധ്യാപകനായ നോവലിസ്റ്റ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക. കഥയിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല. കേരളത്തിലെ ഉത്തമശ്ശേരി എന്ന് പറയുന്ന ഒരു വലിയ തറവാടിൽ നിന്ന് ആരംഭിച്ച് അന്വേഷണങ്ങളുടെ കർമ്മകാണ്ഡങ്ങൾ താണ്ടി 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 സഞ്ചരിക്കുകയാണ് നോവലിൻ്റെ ഇതിവൃത്തം. എന്താണ് ഉദാഹരണത്തിന് ഇത് ചർച്ച ചെയ്യാത്ത ആധ്യാത്മിക കാര്യങ്ങളില്ല ഈ നോവലിനകത്ത്. നിങ്ങൾ കേട്ടിരിക്കും, ശങ്കരാചാര്യർ ഒരിക്കൽ മായ എന്താണെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. മായ എന്ന് പറഞ്ഞാൽ പ്രതീതിയാണ്, തോന്നലാണ്, യഥാർത്ഥത്തിൽ ഇല്ല. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, മഴ, വെയില് എല്ലാം തോന്നലാണ്, ഇതൊന്നും യഥാർത്ഥമല്ല. ശങ്കരാചാര്യർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആന മതമിളകി അതിലേ ഓടി വന്നു. ശങ്കരാചാര്യർ ഒരു വഴിക്ക് ഓടി, ശിഷ്യന്മാർ വേറൊരു വഴിക്ക് ഓടി. വീണ്ടും അവർ മരച്ചുവട്ടിൽ സന്ധിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാം തോന്നലാണെങ്കിൽ, എല്ലാം പ്രതീതിയാണെങ്കിൽ ആ ആനയും ഒരു തോന്നലല്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് എഴുന്നേറ്റ് ഓടിയത്? ശങ്കരാചാര്യരുടെ മറുപടി, അപ്പം നമ്മൾ എഴുന്നേറ്റ് ഓടിയെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ, അതാണ് ഞാൻ തോന്നലെന്ന് പറഞ്ഞത്, അതിനെയാണ് ഞാൻ തോന്നൽ എന്ന് വിശേഷിപ്പിച്ചത്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് കഥകൾ നമ്മൾ ദിവസം ദിവസം ഇങ്ങനെ കേൾക്കുമെങ്കിലും നമ്മൾ എവിടെയോ നമ്മളെ ഉള്ളിൽ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കഥയാണത്. പക്ഷെ ഇതിനേക്കാൾ എവിടെയോ ഞാൻ കേട്ട ഒരു കാര്യം അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മായ ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരിക്കൽ നാരദൻ മഹാവിഷ്ണുവിനോട്, കഥ കേട്ടിട്ടുള്ളവർ ക്ഷമിക്കുക കേട്ടോ, നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചു, എന്താണ് ഈ മായ? അപ്പം മഹാവിഷ്ണു ഇത് തന്നെ പറഞ്ഞു, സ്വപ്നം, പ്രതീതി, തോന്നൽ. നാരദന് ബോധ്യമാവുന്നതേയില്ല. എന്നാൽ പിന്നെ ഇനി പ്രാക്ടിക്കലാവാം എന്ന് പുള്ളി വിചാരിച്ചു. അങ്ങനെ നാരദനെയും കൂട്ടി മഹാവിഷ്ണു ഒരു കാട്ടിനകത്ത് പോയി. കാട്ടിലൊരു കുളം, അവിടെ ഇറങ്ങി മുങ്ങാൻ പറഞ്ഞു നാരദനോട്. നാരദൻ കുളത്തിലിറങ്ങി മുങ്ങിയതും മഹാവിഷ്ണു അപ്രത്യക്ഷനായി. മുങ്ങിയത് നാരദൻ, തിരിച്ചു കയറി വന്നത് അതിസുന്ദരിയായ ഒരു സ്ത്രീ. അവളിങ്ങനെ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മഹാവിഷ്ണു മായ കൊണ്ട് നാരദനെ സുന്ദരിയാക്കിയതാണ്. വേട്ടയാടാൻ അതുവഴി വന്ന ഒരു രാജാവ് ഇവളെ കണ്ടു, പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു. മക്കളൊക്കെ ആയി, കുടുംബിനിയായി, സുഖമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അയൽ രാജ്യം ഈ രാജ്യത്തെ ആക്രമിച്ചു. യുദ്ധത്തിൽ രാജാവും മക്കളും എല്ലാം കൊല്ലപ്പെട്ടു. അതറിഞ്ഞ് ഈ രാജ്ഞി എന്നുള്ളത് ഇൻവർക്കോമേ പറയണം, അതാരാണെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ യഥാർത്ഥത്തിൽ, പടക്കളത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഭർത്താവും മക്കളും എല്ലാം ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദേഹം മൊത്തം രക്തവും കണ്ണീരും എല്ലാം കൊണ്ട് ആകെ അലങ്കോലായി. കുറേ കഴിഞ്ഞപ്പോൾ വിശന്നു. നോക്കിയപ്പോൾ യുദ്ധക്കളത്തിൻ്റെ അടുത്തൊരു മരത്തിൽ നിറയെ പഴങ്ങൾ, എന്നാൽ അത് പറിച്ച് തിന്നാം എന്ന് കരുതി ചെല്ലുമ്പോൾ എത്തുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ മൃതശരീരം വലിച്ചഴച്ച് മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് ഒന്നിൻ്റെ പുറത്തൊന്നായി ഈ ഡെഡ് ബോഡികൾ അടുക്കി അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്ന് പഴം പറിച്ചു. അപ്പം മരിച്ച ഭർത്താവും മക്കളും എല്ലാം അങ്ങ് പോയി. വിശപ്പാണ് പ്രധാനം. പഴം പറിച്ചു. തിന്നാനൊരുങ്ങുമ്പോൾ ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു. മകളെ, നിൻ്റെ ദേഹം മുഴുവൻ അഴുക്കാണല്ലോ, ഇവിടെ അടുത്തൊരു കുളമുണ്ട്, കുളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ സന്യാസി അവളെ കുളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സന്യാസി കരയിൽ നിന്നു. അപ്പോൾ സ്ത്രീ കുളത്തിലിറങ്ങി മുങ്ങി. മുങ്ങിയത് സ്ത്രീ, പൊങ്ങിയത് നാരദൻ. സന്യാസിയുടെ സ്ഥാനത്ത് മഹാവിഷ്ണു നിൽക്കുന്നു. അപ്പം കുളത്തിൽ നിന്ന് കയറി വന്ന നാരദൻ ചോദിക്കുകയാണ്, മായ എന്താണെന്ന് പഠിപ്പിക്കാനാണല്ലോ എന്നെ കൊണ്ടുവന്നത്, എന്നിട്ട് എന്നെ കുളത്തിൽ മുങ്ങാൻ പറഞ്ഞു. ഇതാ ഞാൻ മുങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുളത്തിൽ മുങ്ങിയ ആ പ്രതീതിയാണ്. അപ്പം മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കുറച്ച് സമയം കണ്ണടച്ച് നിന്ന് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്ക്. എല്ലാ കാര്യങ്ങളും മുങ്ങിപ്പൊങ്ങിയപ്പോൾ സ്ത്രീയായതും രാജാവിൻ്റെ ഭാര്യയായി ജീവിച്ചതും എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. അപ്പം മഹാവിഷ്ണു ഒറ്റ ചോദ്യം ചോദിച്ചു, അന്ന് രാജ്ഞിയായി അവിടെ ജീവിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ നാരദനായിരുന്നു എന്ന ഓർമ്മ നിനക്കുണ്ടായിരുന്നോ? ഇല്ല. അതാണ് മായ.
അത് സ്വപ്നത്തിലൊരു പട്ടി നമ്മളെ കടിക്കാൻ വരുമ്പോൾ പട്ടി വേല കയ്യിലിരിക്കട്ടെ, ഇത് സ്വപ്നമാണെന്ന് എനിക്കറിയാമെന്ന് ആരും പറയാറില്ല, എല്ലാവരും ഓടും. അങ്ങനെ പിടിതരാത്ത ഒരുപാട് ആത്മീയമായ കാര്യങ്ങളുടെ ഉത്തരം ഈ നോവൽ അവശേഷിപ്പിക്കുന്നു, പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് അനന്തം എന്ന പേര് കൂടി ഇതിന് ഇടാത്തത് എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാൻ കാര്യം, നോവൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നോവലിൻ്റെ ഏറ്റവും അവസാനം ഗൗരി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന ആ നോവലിൻ്റെ അവസാനത്തെ ഒരു പ്രയോഗമുണ്ട്. ഈ നോവലിൻ്റെ അവസാനം പ്രതീക്ഷയുടെ നാമ്പുകൾ മുളപ്പിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു, അർജുനേട്ട മാപ്പ്. അങ്ങനെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. പ്രതീക്ഷ കൈവിട്ട ഗൗരി മാനസിക ചികിത്സയ്ക്കെത്തിയ സ്ഥാപനത്തിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം അർജുനനും ഗൗരിയും കാണുമ്പോൾ ഗൗരി പറയുന്ന വാചകമാണ്, പ്രതീക്ഷകൾക്ക് നാമ്പ് മുളപ്പിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു, അർജുനേട്ട മാപ്പ്. നാമ്പ് മുളപ്പിച്ചുകൊണ്ട്, നാമ്പ് മുളച്ചാൽ പിന്നെ അത് വളരണം, പൂക്കണം, കായ്ക്കണം. അങ്ങനെ ഈ നോവലിനൊരു രണ്ടാം ഭാഗം നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റും. അനന്തമാണ്, ഇവിടെ അവസാനിക്കുന്നില്ല ഈ നോവൽ. എന്തായാലും ഒരു സർവകലാശാല വകുപ്പ് മേധാവി എന്നുള്ളതല്ലാതെ മലയാള സാഹിത്യത്തിൽ ഒരു തിളങ്ങുന്ന താരമൊന്നും അല്ലാത്ത എന്നെ കൊണ്ട് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിക്കാൻ അദ്ദേഹം കാണിച്ച സന്മനസ്, അത് നീതിപൂർവമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് വായനക്കാർ നോവലിനെ വിലയിരുത്തും പോലെ തന്നെ എൻ്റെ അവതാരികയെയും വിലയിരുത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ആദ്യത്തെ നോവൽ കൊണ്ട് തന്നെ എനിക്ക് ഈ പണി പറ്റും. നേരത്തെ ഇവിടെ ആരോ ഉപയോഗിച്ചൊരു പ്രയോഗം ഞാൻ എൻ്റെ അവതാരികയെ പറഞ്ഞിട്ടുണ്ട്, പറയാൻ നേരെ ചൊവ്വയൊന്നും ഉണ്ടാവുക, എന്നിട്ടത് നേരെ ചൊവ്വ അങ്ങ് പറയുക. ഇത്തരം കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നോവൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കലാരൂപമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രീ രവി ശ്രീധർ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. അടുത്തായി നോവലിസ്റ്റായ ശ്രീ രവി ശ്രീധർ സാറിനെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ M.R. തമ്പാൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട B.V. ശശികുമാർ സാർ, എപ്പമൂട് സുഭാഷ്, സദ്ഭാവന സെക്രട്ടറി, ഒപ്പം എൻ്റെ ഈ നോവലിൽ പങ്കാളികളാവാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ നോവലിനെക്കുറിച്ചും നോവലിൻ്റെ രീതികളെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. പുസ്തകം വായിച്ച് തന്നെ അറിയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പുസ്തകം വായിച്ചറിയണം, പുസ്തകത്തിലെ ആകാംക്ഷ ആദ്യാവസാനം നിലനിൽക്കുന്ന തരത്തിൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാകണമെങ്കിൽ കഥ പറയാതിരിക്കണം. സിനിമ പിടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മറുവാക്ക് എന്നാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മറുവാക്ക് പറയാൻ എതിർവാക്ക് ആരും പറഞ്ഞില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വെറുതെ സൂചിപ്പിക്കുകയാണ്. 68 വർഷമായി ഭൂമിയിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ എന്നെ ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളോ അല്ല, എൻ്റെ അനുഭവങ്ങളാണ്. വളരെ തിക്തവും വേദനയുള്ളതും സന്തോഷിക്കാൻ പറ്റുന്നതും ഒക്കെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ശക്തിയും എൻ്റെ എഴുത്തും എൻ്റെ ഭാവനയും എല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. പണ്ടാരോ പറഞ്ഞ പോലെ അനുഭവമാണ് ഗുരു. ആ ഗുരു പറഞ്ഞു തന്നത് അതിൽ വർണ്ണങ്ങൾ ചാലിക്കുമ്പോൾ അത് പലർക്കും വായിക്കാൻ കൊള്ളാവുന്ന, ഇഷ്ടപ്പെടുന്ന, കളിയാക്കാൻ പറ്റുന്ന. എൻ്റെ എഴുത്ത് തുടങ്ങുന്നത്
അപ്പോൾ ഇത് നോവൽ, ഇത് ആദ്യമൊന്ന് പറഞ്ഞെങ്കിൽ ഇതിന് മുമ്പൊരു നോവൽ എഴുതി. വേദനയോടെയാണ് പറയുന്നത്, അത് പ്രസിദ്ധീകരിക്കാൻ 35 വർഷം മുമ്പാണത്. അതിലൊരു വലിയ ചതിയും ഉണ്ടായി. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അന്ന് നിർത്തിയതാണ് നോവലെഴുത്ത്. പക്ഷേ എൻ്റെ എഴുത്ത് തുടങ്ങുന്നത് അപ്പോഴൊന്നുമല്ല, വളരെ ചെറുതിലേ തന്നെ എഴുതുന്നു. ഇവിടെ ഇരിക്കുന്ന ചില മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം അദ്ദേഹം ഉണ്ടായിരിക്കുകയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഇന്നത്തെ പോലത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ കയ്യെഴുത്ത് മാസികയായിരുന്നു ഞങ്ങളുടെ പ്രയോഗം. ഞങ്ങളുടെ കയ്യെഴുത്ത് മാസികകൾക്ക് കോളേജിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് അതിന് 2 പേരിട്ട് വരെ ഞങ്ങൾ ഇറക്കി. സേവാഭാരതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിജയൻ, അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം വളരെ നല്ലതാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. എൻ്റെ അടുത്തിരുന്നാണ് പഠിച്ചത്. അവിടെ തുടങ്ങിയ എഴുത്ത് പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണ്ട് പ്രസിദ്ധീകരിച്ചിരുന്ന അസാധു എന്ന മാസികയിലെ ഒരു സമ്പാദകൻ ആയി തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ഞാൻ അതിലെ പല പേരുകളിലും ഞാൻ എഴുതി. ആലോചിച്ച് ചിരിക്കാവുന്ന ഒരുപാട്, അതെല്ലാം ആക്ഷേപഹാസ്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിലെല്ലാം ഇപ്പോഴും ഇത് കയറി വരും, ആക്ഷേപഹാസ്യം. അങ്ങനെ കുറേ കാലം അതിൻ്റെ പിന്നെ നടക്കുമ്പോഴാണ് ഞാൻ ഒരു നോവലിന് തയ്യാറാക്കുന്നത്. മാർഗമേതായാലും ലക്ഷ്യം എന്ന് പേരിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്ത നോവൽ അതിറങ്ങിയില്ല. അതിൻ്റെ കാരണമൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കഥകൾ എഴുതി, പലർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫേസ്ബുക്കൊക്കെ ഇതൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ എഴുതി, പല കഥകൾ എഴുതി. പലരും അതിലെ ചില കഥകൾ പറഞ്ഞ് ചിരിക്കുന്ന കേൾക്കുമ്പോൾ ഒരു അസാധുവിൽ എഴുതുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ കഥകളാണ് അതിൻ്റെ മുഖചിത്രമായി വന്നിരുന്നത് പോലും. പക്ഷെ ഞാൻ ഇന്നിപ്പോഴും ഓർക്കുന്ന ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, ഞാൻ നോവലിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എം കൃഷ്ണൻ നായർ സാറിൻ്റെ സാഹിത്യ വാരഫലം വായിച്ചിട്ട് ആസ്വദിക്കാത്ത ഒരു മനുഷ്യർ പോലുമില്ല. സാറും ഞാനുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആക്ഷേപഹാസ്യം കൈമുതലായതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഈ അസാധുവിൽ മറ്റൊരു പേരിട്ട്, അദ്ദേഹം സാഹിത്യ വാരഫലം എന്ന് എഴുതി, ഞാൻ സാഹിത്യ മാസമുറ എന്നെഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെയെല്ലാം ഞാൻ കളിയാക്കി എഴുതി. അന്ന് ഒരിക്കൽ വഴിയിൽ വെച്ച് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എം കൃഷ്ണൻ നായർ സാറിന് ഇത്രയും തെറിവാക്കുകൾ അറിയാമെന്നുള്ളത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. എന്നോട് നിർത്തിക്കൊള്ളണം, ഇത് മേലാൽ തുടരരുത് എനിക്ക് തോന്നി. പിന്നെ അത്തരം രീതികൾ വിട്ട് വേറൊരു രീതിയിലേക്ക് കടന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളും ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രേരിപ്പിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടും. പിന്നെ കുറേ കാലത്തെ ഗ്യാപ്പ് വന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ചെയ്ത ഒരു കാര്യം, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾക്കും കണ്ട കാര്യങ്ങൾക്കും ഞാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ, അതെന്തുകൊണ്ട് അങ്ങനെ. അപ്പം അതിൽ നിന്ന് കുമിളയിട്ട് വന്ന ഒരു ഉത്തരമുണ്ട്, നിമിത്തങ്ങൾ എന്നുള്ളത്. ജീവിതത്തിൽ നിമിത്തങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കവടി നിരത്തുന്ന നിമിത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഈ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിലെ ഒരു സിമ്പിൾ ഗ്യാസ് തിയറി ഉണ്ട്. ദി മോളിക്യൂൾസ് ഇൻസൈഡ് എ ഗ്യാസ് ഈസ് ഓൾവേസ് ഇൻ എ റാൻഡം മോഷൻ. Between motion, they will collide with each other and also with the walls of the container, and they will change their direction. നമ്മളെ സഞ്ചാരം, ജീവിത സഞ്ചാരത്തിനിടയിൽ നമ്മൾ കൂട്ടിയിടിക്കപ്പെടുകയും നമ്മുടെ വഴി നമ്മളറിയാതെ മാറിപ്പോവുകയും നമ്മൾ ഉദ്ദേശിക്കാത്തടത്ത് ചെന്നിടിക്കുകയും ചെയ്യുന്നത് സയൻസിനകത്ത് പറഞ്ഞ കാര്യമാണ്. പോരെങ്കിൽ സയൻസ് ന്യൂസിൻ്റെ ഒരു സ്ഥിരം വായകനാണ്. അതിനകത്തിപ്പോൾ ശാസ്ത്രലോകത്ത് നടക്കുന്ന പരീക്ഷണം, നിമിത്തങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നിമിത്തങ്ങളല്ല. ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട, ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിണക്കി നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ മാർഗത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ചട്ടക്കൂടുണ്ടാക്കി. സയൻസ് എന്ന് പറഞ്ഞാൽ ആരും വായിക്കില്ല, എടുത്ത് മാറ്റി.
ആ ചട്ടക്കൂടിൽ എല്ലാത്തരം കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ ഉണ്ടാക്കി. ഏതാണ്ട് 30 കഥാപാത്രങ്ങളുണ്ട് ഈ പുസ്തകത്തിനകത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ആരാണ് പ്രധാന കഥാപാത്രം എന്ന് വായനക്കാർ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു ത്രെഡ് അവസാനം വരെയും പോകും. ഈ പുസ്തകം വായിക്കാനായി ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ പഠിച്ചു. ന്യൂറോ സൈക്കോളജിയും ന്യൂറോ ഫിസിക്സും ഇതും ഇങ്ങനെ തുടങ്ങി കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ അധികം നീട്ടുന്നില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ് പ്രധാനം. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് അറിയാം. ഇതെങ്ങനെ ഇരുന്ന് എഴുതുന്നു? ഒരു കണ്ണ് കാഴ്ചയില്ല, എങ്ങനെ എഴുതുന്നു? ഒരു കേൾവിക്കുറവുണ്ട്, എങ്ങനെ ഇത് കേട്ട് മനസ്സിലായി? പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് തിരിച്ചാണ്. എനിക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? അതാണ് എൻ്റെ മാർഗം. ഈ പുസ്തകം എത്ര മഹത്തരമാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ വായിച്ചവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ എനിക്ക് വളരെയേറെ ഉത്തേജകമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു സാറ് പറഞ്ഞതുപോലെ ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനേറെ ഇത്രയും കാലത്തെ അനുഭവങ്ങളെ നമുക്ക് ഇതിനകത്ത് എല്ലാം കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നല്ല രീതിയിൽ വർണ്ണിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അനുഭവങ്ങൾ ഉണ്ടാകണം, വായനകളും ഉണ്ടാകണം, കൂടുതൽ മലയാളത്തിൽ കഥകൾ ഉണ്ടാകും. ഇപ്പോഴത്തെ കഥകൾക്കുണ്ടാകുന്ന കുറവ് അനുഭവങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ സമയം ഇതിനുവേണ്ടി ഞാൻ വിനിയോഗിക്കുന്നില്ല. എനിക്കിനി പറയാനുള്ളത്, ഞാൻ ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പരപ്പങ്കോട് സുഭാഷിനോട് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. വേറെ എൻ്റെ എറണാകുളത്തുള്ള ഒരു സുഹൃത്തിനോടും എഞ്ചിനീയറോടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് NK വിജയകുമാറുമായി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും വിജയകുമാർ പറഞ്ഞു, രവി, നമുക്ക് സദ്ഭാവന ട്രസ്റ്റ് ഈ പുസ്തകം തയ്യാറാക്കാൻ അനുയോജ്യമായ ഒന്നാണ്. അപ്പോൾ സുഭാഷ്, അതേ വാചകം സുഭാഷ് പറഞ്ഞു. സുഭാഷ് തന്നെ അത് ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞു. ഞങ്ങൾ പണ്ടേ സുഹൃത്തുക്കളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയമായി നടക്കുന്ന കാലം തൊട്ടേ അറിയാം. ഇന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ദിവസം ഇതുമായി ഇവിടെ വരുമ്പോൾ ബാലേന്ദ്ര സാർ ഇങ്ങനെ കൈനീട്ടുകയാണ്. എൻ്റെ അടുത്ത് പറയും, വേറെ ഒന്നും പറയാനില്ല, കൈനീട്ടിയിട്ട് പറയാണ്, നീത്താ ഞാൻ ഒരു പുസ്തകം ഈ നീട്ടുന്ന കയ്യിൽ വയ്ക്കാം. ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു പെൻ ഡ്രൈവ് ഇരുന്ന് ഇതെല്ലാം കൂടെ ആക്കി അതെടുത്ത് കൊടുത്തു. ഉടനെ തന്നെ ശ്രീമതി സിന്ധു സുരേഷിനെ വിളിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ സുഹൃത്താണ്, വേറെ ഒന്നും നോക്കണ്ട, ഈ പുസ്തകം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. എനിക്ക് വളരെ നന്ദിയോടെയും അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പലയിടത്തും പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ നേരത്തെയുള്ള പുസ്തകങ്ങൾ പിന്നെ പലരും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും ഇത്രയും എനിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല. ഞാൻ പുസ്തകമൊക്കെ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ആ എഗ്രിമെൻ്റ് പോലും ഒപ്പിട്ടത്. അത്രയേറെ ആ പുസ്തകത്തിന് പ്രിൻ്റ് ചെയ്ത് തരാൻ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഒരു പുസ്തകത്തിന് ഒരു ഭാഗവാക്കാകാൻ തയ്യാറായ സദ്ഭാവന ട്രസ്റ്റിനോട് എനിക്ക് ഭയങ്കരമായ അഗൈതവമായ നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ പുതിയ ആളുകളായാലും എഴുത്തുകാർക്ക് അവരുടെ പുസ്തകങ്ങൾ അതൊന്ന് അച്ചടിച്ച് കാണാനുള്ള ഒരാഗ്രഹം അത് വളരെ വലുതാണ്. അതിൻ്റെ തുടർ നടപടികളൊക്കെ ചെയ്തു. ഇനി ഈ പുസ്തകം പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഈ പുസ്തകം കൊണ്ട് ഞാൻ ഇവിടെ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്തും പോയി. കൃഷ്ണമൂർത്തി സാറിൻ്റെ കയ്യിൽ ഈ പുസ്തകം കൊടുക്കുമ്പോൾ വെരി ഗുഡ്, പുസ്തകം വായിച്ചു നോക്കിയില്ല, ആദ്യം പറയാം വെരി ഗുഡ്. എന്താണ് കാര്യം? ആ പുസ്തകത്തിൻ്റെ പുറംചട്ട ഞാൻ മനസ്സിൽ കണ്ടേ ഉള്ളൂ, ശ്രീകുമാർ അത് കമ്പ്യൂട്ടറിൽ കണ്ടു. ഈ പുസ്തകം കണ്ടവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ അതിമനോഹരമായ ചട്ടക്കൂട് ഒരു ആകർഷണം. നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേഷഭൂഷാദികളൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റി നിർത്തുമ്പോൾ ഇതാണ് പെൺകുട്ടി, കൊള്ളാം
നല്ല കുട്ടി എന്നൊരു അഭിപ്രായം എല്ലാവരിൽ നിന്നും തോന്നും. പിന്നെ മേക്കപ്പ് അടിക്കുമ്പോൾ മാറിപ്പോകും. പക്ഷേ ഇവിടെ ആ ഒരു തോന്നൽ ഈ പുസ്തകത്തിൻ്റെ കവർ പേജിനുണ്ടാക്കി തന്ന അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കും. ഇത് വെറുതെ ഇങ്ങനെ ചെയ്തു തന്നതുകൊണ്ട് ഒരെണ്ണം ഇരുന്നോട്ട് അങ്ങനെ പറയുന്നതല്ല. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കാൾ ഒരു പുസ്തകം കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നുന്ന ഒരു കവർ പേജ് അദ്ദേഹം തയ്യാറാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഇതുപോലെ ഇനി നല്ല പുസ്തകങ്ങൾ തയ്യാറാക്കി ആളുകൾക്ക് കൂടുതൽ പേരും പ്രശസ്തി ഉണ്ടാക്കി കഴിയാൻ അദ്ദേഹത്തിന് കഴിയണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. എന്നാലും ഒരിക്കൽ കൂടി സദ്ഭാവന ട്രസ്റ്റിനുള്ള എൻ്റെ നന്ദി ഞാൻ സെക്രട്ടറിയോടും പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. ഇവിടെ പുസ്തകം വച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, പുസ്തകത്തിന് ചോദിച്ചു. ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വാങ്ങുന്നവർക്ക് വാങ്ങാം. അപ്പോൾ എനിക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വളരെ അകലയിൽ നിന്ന് എത്തിയവരൊക്കെ ഉണ്ട്, മഴയും ഒന്നുമൊക്കെ അവഗണിച്ച്. അവരോട് ഞാൻ ഇവിടുത്തെ നന്ദി അല്ലാതെ എൻ്റേതായ ഒരു നന്ദി സ്നേഹം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രൗഢമായ ഒരു സദസ്സിൽ വെച്ച് ഇങ്ങനൊരു കാര്യം നടന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി വി ശ്രീധർ സാറിനും സദ്ഭാവന ട്രസ്റ്റിനും എല്ലാവർക്കും നന്ദി. വേദിയിലെയും സദസ്സിലെയും എല്ലാ ബഹുമാനിയർക്കും നമസ്കാരം. സദ്ഭാവന ട്രസ്റ്റ് കഴിഞ്ഞ 2 വർഷം ആണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഈ പ്രയാണം ആരംഭിച്ച് തുടങ്ങിയിട്ട്. 400ഓളം പുസ്തകങ്ങളാണ് ഇതിനകം സദ്ഭാവന ട്രസ്റ്റിനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമായ അജ്ഞാതം എന്ന നോവൽ. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് BSSൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. സാറിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി ഉള്ളതിലാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതുവരെ എത്താൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് അധികമായ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്തത് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ്. അദ്ദേഹത്തിനും സദ്ഭാവനയുടെ പേരിൽ അധികമായ നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിക്കുകയും ഡോക്ടർ J. ഹരീന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹത്തിനെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചീഫ് എഡിറ്റർ ഡോക്ടർ MR തമ്പാൻ സാറാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിച്ച ഡോക്ടർ BV ശശികുമാർ സാർ, അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പുസ്തക പരിചയം നടത്തിയത് ശ്രീ പിരപ്പൻകോട് സുഭാഷ് സാറാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്ത നമ്മുടെ ഡിസൈനർ ബിയോൺ ശ്രീകുമാർ സാർ, സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം ഉപരി ഈ പുസ്തകം ഇന്നിവിടെ സദ്ഭാവന ട്രസ്റ്റിനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ലേഖകൻ ശ്രീ രവി ശ്രീധർ അദ്ദേഹം കാരണമാണ്. അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മഹത് വ്യക്തിത്വങ്ങൾക്കും ഓരോ പ്രവർത്തകർക്കും എല്ലാവർക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.